ഇതെന്റെ വക നരബലി. ആർ തട്ടഹസിച്ചുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയെ വകഞ്ഞുമാറ്റി നിലത്തൂടെ അവളുടെ നഗ്ന ശരീരം വലിച്ചിഴച്ചുകൊണ്ട് അയാൾ മുന്നിലേക്ക് നടന്നു. മഴത്തുള്ളികൾ മുഖത്തേക്ക് തുടരെ തുടരെ ചൊരിയവേ ഇടയ്ക്കെപ്പോഴോ ബോധം തെളിഞ്ഞ് ഞെരുക്കത്തോടെ അവൾ ഒരു ദീർഘശ്വാസം എടുക്കുമ്പോൾ പതിയെ നിശ്ചലനായി അയാൾ. നീ ചത്തില്ലേ? പിറുപിറുത്തുകൊണ്ട് അല്പസമയം അവളെ തന്നെ നോക്കി നിന്ന ശേഷം പതിയെ ചുറ്റും പരതി അയാളുടെ നോട്ടം കുറച്ചകലായി കിടന്ന ഒരു വലിയ ഉരുളൻ കല്ലിൽ പതിച്ചു. ആ മിഴികൾ പതിയെ വിടർന്നു. ക്ഷണനേരം കൊണ്ട് ആ കല്ലുമേതി അവളുടെ അരികിലെത്തുമ്പോൾ അയാളുടെ മിഴികൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു. എന്നെ കൊല്ലല്ലേ? അവശനിലയിലും കൺമുന്നിൽ മരണത്തെ കണ്ട് നടുങ്ങി വിറച്ചവൾ ഞെരിപിരി കൊള്ളുമ്പോൾ ഒന്നുറക്കെ കരയാൻ പോലും അനുവദിച്ചില്ല അയാൾ. തലയോട്ടി പിളറുമാറു വേഗത്തിൽ ആ കല്ല് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയുമ്പോൾ ഒരു കൊലച്ചിരി അയാളുടെ ചുണ്ടുകളെ കീഴടക്കി. ഒടുവിൽ അവളുടെ ഉള്ളിലെ ജീവന്റെ അവസാന തുടിപ്പ് നിലയ്ക്കുമ്പോൾ ചുടുചോരയുടെ ഗന്ധം അവിടമാകെ പരന്ന് നിലത്തൂടെ ഒഴുകുന്ന മഴവെള്ളം ക്ഷണനേരം കൊണ്ട് ചുവന്നു തൊടുത്തു. നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് ചെറുന്നിയൂർ റെയിൽവേ ട്രാക്കിൽ പുലർച്ചെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തു. മരണം ട്രെയിൻ തട്ടിയല്ല, ക്രൂരമായ കൊലപാതകമാണെന്ന് പോലീസ് നിഗമനം. നടുക്കുന്ന വാർത്തയുമായാണ് പിറ്റേന്നത്തെ പ്രഭാതം പുലർന്നത്. വാർത്ത കേട്ടറിഞ്ഞ സമീപവാസികൾ നടുക്കത്തോടെ സംഭവസ്ഥലത്തേക്ക് പാഞ്ഞു. നിമിഷങ്ങൾക്കകം മീഡിയയും സംഭവസ്ഥലത്ത് തടിച്ചുകൂടി. വിവരം പറഞ്ഞ് ഡിവൈഎസ്പി സാദിഖ് സംഭവസ്ഥലത്തെത്തുമ്പോൾ അഞ്ചുതെങ്ങ് സ്റ്റേഷൻ സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. സർ, ഏകദേശം 20 വയസ്സ് പ്രായം വരുന്ന പെൺകുട്ടിയാണ് മരിച്ചിട്ടുള്ളത്. ബോഡി ഫുൾ നേക്കഡായിരുന്നു. ഉറപ്പായും പീഡനം നടന്നിട്ടുണ്ടാവണം. ചെയ്തതാരായാലും നല്ലപോലെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ആ പാവത്തിനെ. തലയിൽ എന്തോ കൊണ്ടടിച്ച് മാരകമായി മുറിവുണ്ടാക്കിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. മുഖമൊക്കെ ആകെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല സർ. സിഐ അൻവറിന്റെ വിവരണം കേട്ട് സാദിഖിന്റെയും ഉള്ളിൽ ഒരു നടുക്കം ഉടലെടുത്തു. ഓ ഗോഡ്, ഇത്രയൊക്കെ മൂവികളിൽ മാത്രമല്ലേ ഇത്രയും ക്രൂവലായിട്ട് കണ്ടിട്ടുള്ളൂ. കുട്ടി ഏതാണെന്ന് തിരിച്ചറിഞ്ഞു? ഇല്ല സർ, അന്വേഷിക്കുന്നുണ്ട്. വല്ലാത്ത കഷ്ടായി പോയി. ഇത് ചെയ്തവനാരായാലും അവനെ കൈ കിട്ടിയാൽ. പല്ലുകൾ ഞെരിച്ച് തന്റെ രോഷം കടിച്ചമർത്തിയ അൻവർ. ഫോറൻസിക് ടീം വന്നു? ഉവ്വ് സർ. അവരുടെ കൂടി എൻക്വയറി കഴിഞ്ഞാൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിടാം. അധിക സമയം ഇവിടെ അങ്ങനെ. അത് ശരിയല്ല, ആളുകൾ വല്ലാണ്ട് കൂടുന്നുണ്ട്. അൻവറിന്റെ മറുപടി കേട്ട് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു സാദിഖ്. അൻവർ, വരൂ, നമുക്കൊന്ന് നോക്കാം. സർ, ഞാൻ. മനസ്സില്ല മനസ്സോടെയാണ് സാദിഖിന്റെ പിന്നാലെ അവൻ വീണ്ടും സംഭവസ്ഥലത്തേക്ക് പോയത്. ആ കാഴ്ച അധിക സമയം നോക്കി നിൽക്കാൻ കഴിയാതെ പതിയെ പിന്തിരിഞ്ഞു അവർ. അധികം വൈകാതെ തന്നെ ഫോറൻസിക് ടീം അവരുടെ എൻക്വയറി പൂർത്തിയാക്കിയതോടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. നിരാശയോടെ മടങ്ങുന്ന ഫോറൻസിക് ടീമിനെ നോക്കി നിശബ്ദനായി നിന്നു സാദിഖ്. അപ്പോഴേക്കും വിവരങ്ങൾ അറിയുവാൻ മീഡിയയും അയാളെ വളഞ്ഞിരുന്നു. അവർക്ക് ചെറിയൊരു വിവരണം മാത്രം നൽകി സാദിഖും വേഗം തന്നെ അവിടെ നിന്നും തിരിച്ചു. മഴ വീണ്ടും തകർത്തു പെയ്തു. കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച ആ വാർത്തയുടെ ചുഴലഴിക്കുവാൻ മീഡിയകൾ കിടപിടിച്ചു ശ്രമിക്കവേ മരിച്ച പെൺകുട്ടിയെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലായിരുന്നു കേരള പോലീസ്. ഉച്ചയോടെ തന്നെ ആ ശ്രമം വിജയിച്ചു. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സിഐ ഉൾപ്പെടെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു അടിയന്തര മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു DGP ശ്രീവാസ്തവ, സിഐ അൻവർ, ഡിവൈഎസ്പി സാദിഖ്, കമ്മീഷണർ ആനന്ദ് മേനോൻ, ADGP ലക്ഷ്മൺ, SP അനിരുദ്ധൻ എന്നിവരാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. ഏറെ അസ്വസ്ഥനായിരുന്നു ശ്രീവാസ്തവ. ആ കുട്ടിയെ തിരിച്ചറിഞ്ഞു ആനന്ദ്? യെസ് സർ. ധന്യ എന്നാണ് കുട്ടിയുടെ പേര്. ഇവിടെ വടലയിലാണ് വീട്. കാര്യവട്ടം ക്യാമ്പസ് വിദ്യാർത്ഥിനി. വലിയ സാമ്പത്തികമൊന്നുമുള്ള ഫാമിലിയല്ല. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. പാവങ്ങളാണ് സർ. ഒറ്റ മോളാണ്. ആനന്ദ് പറഞ്ഞു നിർത്തുമ്പോൾ അസ്വസ്ഥതയോടെ പതിയെ എഴുന്നേറ്റു ശ്രീവാസ്തവ. പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും ഹിൻസ്? ചോദ്യം അൻവറിനോടും സാദിഖിനോടുമായിരുന്നു. നോ സർ. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ ഫോറൻസിക് ടീമും നിരാശയിലാണ്. ഫിംഗർ പ്രിന്റ്സ് ഒന്നും തന്നെ ബോഡിയിലില്ല സർ. മറുപടി പറഞ്ഞത് സാദിഖായിരുന്നു. ആ മറുപടി കേട്ട് ഒരു നിമിഷം എന്തോ ചിന്തിച്ചു നിന്നു ശ്രീവാസ്തവ. ഇറ്റ് മീൻസ്? അയാളുടെ നെറ്റിച്ചുളിയവേ അതേ എന്നർത്ഥത്തിൽ ADGP ലക്ഷ്മൺ പതിയെ തലയാട്ടി. നാട്ടിൻപുറത്ത് യാദൃശികമായി മദ്യലഹരിയിലോ മറ്റു ലഹരിയിലോ അപ്രതീക്ഷിതമായി നടന്നൊരു സംഭവമല്ല സാർ ഇത്. ഇറ്റ്സ് എ പ്ലാൻഡ് മർഡർ. അല്പം പ്രൊഫഷണൽ ടച്ചോടുകൂടി ആരോ ചെയ്തതാണ്. നടക്കുന്ന ആ മറുപടി ഏവരെയും ഒരുപോലെ ചിന്താകുലരാക്കി. ആ സമയം പതിയെ എഴുന്നേറ്റു അൻവർ. സർ, ക്യാൻ ഐ?
ചോദ്യം കേട്ട് തിരിഞ്ഞ ശ്രീവാസ്തവ ഒറ്റ നോട്ടത്തിൽ അൻവറിന് എന്തോ സീരിയസ് ആയി പറയാനുണ്ടെന്ന് മനസ്സിലാക്കി. യെസ് മിസ്റ്റർ CI, എന്താണ് പറയൂ. അനുമതി കിട്ടിയതോടെ അല്പം കോൺഫിഡൻ്റായി അൻവർ. സർ, ADGP സാർ പറഞ്ഞ പോലെ ഇത് പ്ലാൻഡായ ഒരു മർഡർ തന്നെയാണ്. പക്ഷേ ഈ കൊലപാതകി ആരായാലും അയാള് ഒന്നിൽ മാത്രമായി ഒതുക്കുമോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ മറുപടി ഏവരെയും ഒരുപോലെ ഞെട്ടിച്ചു. എന്താ അൻവർ പറഞ്ഞു വരുന്നത്? അക്ഷമനായി അനിരുദ്ധൻ ആരായുമ്പോൾ തന്റെ അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങളും തന്റെ സംശയങ്ങളും പതിയെ വിവരിച്ചു അൻവർ. സർ, എന്റെ ചെറിയൊരു അന്വേഷണത്തിൽ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 മിസ്സിംഗ് കേസുകളാണ് നമ്മുടെ തിരുവനന്തപുരത്ത് പല പല സ്റ്റേഷനിലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 പേരും 15നും 20നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ. ഒരാള് +2 സ്റ്റുഡൻറ്റ്, ബാക്കി 2 പേർ കോളേജ് സ്റ്റുഡൻറ്റ്. ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് സർ. അതിൽ ജില്ലയിലെ ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനിലെയും ഓഫീസേഴ്സ് ഉണ്ട്. പ്രധാന കേസുകളുടെ വിവരങ്ങൾ ഞങ്ങളതിൽ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. അതുവഴി കിട്ടിയ വിവരങ്ങളാണിത്. അൻവർ ഒന്ന് നിർത്തുമ്പോൾ അവനെ തന്നെ മിഴിച്ചു നോക്കുകയായിരുന്നു മറ്റോഫീസേഴ്സ്. അത് മനസ്സിലാക്കി വീണ്ടും തുടർന്നു അവൻ. ആ 3 പെൺകുട്ടികളിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത കേസാണ് ഈ ധന്യയുടേത്. രണ്ടാമത്തേത് ഒരു ആൻമരിയ, പിന്നെ ഒരു രമ്യ. ഏകദേശം ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ ഒരുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ക്ലാസ് കഴിഞ്ഞു വന്ന വഴിയിൽ മിസ്സിംഗ് ആകുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ആദ്യം മിസ്സിംഗ് ആയ കുട്ടിയുടെ ബോഡി കിട്ടുന്നു. അങ്ങനെയെങ്കിൽ തന്റെ മനസ്സിലെ സംശയങ്ങളിൽ ഊന്നൽ നൽകി അൻവർ നിർത്തുമ്പോൾ നടുക്കത്തോടെ പരസ്പരം നോക്കിപ്പോയി മറ്റുള്ളവർ. ഓ ഗോഡ്, 3 മിസ്സിങ്ങിന് പിന്നിൽ ഒരാളാണെങ്കിൽ? ശ്രീവാസ്തവ സംശയത്തോടെ മറ്റുള്ളവരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. ഉറപ്പില്ല, എങ്കിലും ആകാം സർ. അൻവറിന്റെ ആ മറുപടി അല്പസമയം അവിടെ നിശബ്ദത പടർത്തി. സർ, ഒരാളാകാമെന്ന് തോന്നാൻ കാരണങ്ങൾ പലതുണ്ട്. 3 കിഡ്നാപ്പ് നടന്നിട്ടുള്ളത് ഏകദേശം ഒരേ മോഡലിൽ. സിറ്റികളിൽ നിന്ന് അല്പം അകന്ന് താമസിക്കുന്ന 3 കുടുംബങ്ങളിലെ കുട്ടികൾ. ധന്യ വഴലയിൽ, ആൻമരിയയുടെ സ്ഥലം വെമ്പായം, പിന്നെ രമ്യ, ആ കുട്ടി കല്ലറ. 3 പേരും പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ വിജനമായ സ്ഥലങ്ങളിൽ വെച്ചാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. സിറ്റിയോടടുത്ത ഏരിയ അല്ലാത്തതിനാൽ CCTVയുടെ പ്രസൻസും ഇല്ല. അൻവർ കൂടുതൽ വിവരിക്കവേ ഏറെ അസ്വസ്ഥനായി ശ്രീവാസ്തവ. അങ്ങനെയെങ്കിൽ ബാക്കി 2 കുട്ടികൾ? പാടില്ല, ആരായാലും പൂട്ടണം. ഇനിയൊരു അതിക്രമം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അവനെ അല്ലെങ്കിൽ അവരെ പൂട്ടണം. ആ ഉറച്ച വാക്കുകൾ മറ്റുള്ളവരുടെ സിരകളിൽ ഊർജമായി. ആനന്ദ്, അനിരുദ്ധൻ, നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്തേക്ക് പോയിക്കോളൂ. ഡോക്ടറോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയണം. ഒരു സെക്കൻഡ് പോലും നമുക്ക് പാഴാക്കാനില്ല. ശ്രീവാസ്തവ പറഞ്ഞത് അനിരുദ്ധനോടും ആനന്ദിനോടുമായിരുന്നെങ്കിലും സാദിഖിനെയും അൻവറിനെയും ഉൾപ്പെടുത്തിയായിരുന്നു ആ നിർദ്ദേശം. ഓക്കെ സർ. നിമിഷങ്ങൾക്കകം സല്യൂട്ട് നൽകി അവർ പിരിയുമ്പോൾ പതിയെ തന്റെ ചെയറിലേക്ക് ചെന്നിരുന്നു അയാൾ. സർ, അന്വേഷണം ആരേൽപ്പിക്കണം? ഇവരുടെ ടീം മതിയോ, അതോ ലീഡ് ചെയ്യാൻ ആരെങ്കിലും? സംശയത്തോടെ ലക്ഷ്മണൻ നോക്കുമ്പോൾ ഒരു നിമിഷം നിശബ്ദനായി അയാൾ. ACP റാങ്കിൽ ആരുണ്ടിപ്പോൾ അവൈലബിൾ ആയിട്ട്? നിർമ്മൽ ദാസ് ആയാലോ സർ? ക്ഷണനേരം കൊണ്ടാണ് ലക്ഷ്മൺ മറുപടി നൽകിയത്. പക്ഷേ ആ മറുപടി കേട്ട് ഒരു നിമിഷം നിശബ്ദനായി ശ്രീവാസ്തവ. നിർമ്മൽ ഓക്കെയാണ്, പക്ഷേ അത് വേണ്ട ലക്ഷ്മൺ. അയാളിപ്പോൾ ഒരു ബ്ലാക്ക് മണി കേസിൽ ബിസിയല്ലേ? അതും വളരെ ഇമ്പോർട്ടൻ്റ് കേസാണ്. ഗവൺമെന്റിന് നല്ല പ്രഷറുണ്ട്. മിനിമം 1 വീക്കെങ്കിലും എടുക്കും അയാളൊന്ന് ഫ്രീ ആകാൻ. ഈ കേസിന് തൽക്കാലം സെയിം റാങ്കിലെ മറ്റൊരാളെ ചാർജ് ഏൽപ്പിക്കണം. നിർമ്മൽ ഫ്രീ ആയാൽ സ്പോട്ടിൽ ഹാൻഡ് ഓവർ ചെയ്താൽ മതിയല്ലോ. ആ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിച്ചെങ്കിലും വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി ലക്ഷ്മൺ. സർ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരാൾ മാത്രമേ ഫ്രീ ഉള്ളൂ. പക്ഷേ ആള് പബ്ലിക്കിനിടയിൽ അത്ര ക്ലീൻ ഇമേജ് ഇല്ല കക്ഷിക്ക്. സാർ അറിയും ആളെ. ആരാണ്? ആകാംക്ഷയോടെ ശ്രീവാസ്തവ തുറച്ചു നോക്കുമ്പോൾ മടിച്ച് ലക്ഷ്മൺ ആ പേര് പറഞ്ഞു. സർ, ACP സാം അലക്സ്. ആ പേര് കേട്ട മാത്രയിൽ ശ്രീവാസ്തവയുടെ മുഖം കുറുകുന്നത് ലക്ഷ്മൺ ശ്രദ്ധിച്ചു. സാറ് പേടിക്കണ്ട, ആളോട്ടും മോശമല്ല. പിന്നെ നിർമ്മൽ ഫ്രീ ആകുന്നവരെ ഒരു ഡെമ്മിയായി തൽക്കാലം ഇയാൾ മതിയാകും. ആ മറുപടിയിൽ തൃപ്തനല്ലാതെ അല്പസമയം നിശബ്ദനായി ശ്രീവാസ്തവ. എന്നാലും ലക്ഷ്മൺ, അയാളെ കേസേൽപ്പിച്ചാൽ മീഡിയാസ് വെറുതെ വിടോ നമ്മളെ? എറണാകുളത്ത് കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കാൻ പോയി ഒടുവിൽ കൈക്കൂലി വാങ്ങി ഇയാൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. പക്ഷെ സാർ, ആ ഒരു ബ്ലാക്ക് മാർക്ക് മാത്രമേ ഉള്ളൂ സാമിന്റെ സർവീസ് ഹിസ്റ്ററിയിൽ. പിന്നെ മീഡിയാസിന് മുന്നിൽ നമുക്ക് നിർമ്മലിനെ തന്നെ അവതരിപ്പിക്കാം. സാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് മാത്രം മെൻഷൻ ചെയ്യാം. ആ മറുപടിയിൽ അല്പസമയം കൂടി ചിന്താകുലനായിരുന്നു. ഓക്കെ ഡൺ ലക്ഷ്മൺ. താനാദ്യം ഈ സാമിനെ വിളിച്ച ശേഷം ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യേ. വൈകുന്നേരത്തേക്ക് മതി. ഞാനൊന്ന് മിനിസ്റ്ററെ കണ്ട് വന്ന് ജോയിൻ ചെയ്തോളാം. നടപടികൾ വേഗത്തിലായിരുന്നു.
വൈകുന്നേരത്തോടെ അന്വേഷണ ചുമതല ACP സാം അലക്സിനെ താൽക്കാലികമായി ഏൽപ്പിച്ചുകൊണ്ടുള്ള DGPയുടെ പത്രസമ്മേളനം ചാനലുകൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്തു. ആ നടപടി അനുകൂലിച്ചും പ്രതികൂലിച്ചും അന്നത്തെ വൈകുന്നേരം പതിയെ കടന്നുപോയി. അകലെ ആ ഇരുട്ടുമുറിയിലെ LED മോണിറ്ററിൽ ആ വാർത്തകൾ തത്സമയം കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിച്ചു അയാൾ. ACP നിർമ്മൽ, സാം അലക്സ്, വരട്ടെ. ആ പന്ന മക്കളെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാലോ. പല്ലിറുമിക്കൊണ്ട് തിരിയവേ മുറിയുടെ ഓരത്തായി ഭയന്ന് വിറച്ചുകൊണ്ടവർ പരസ്പരം ചേർന്നിരുന്നു, രമ്യയും ആൻമരിയെയും. പിറ്റേന്ന് രാവിലെ തന്നെ ബോഡി കിട്ടിയ സ്പോട്ടിലേക്ക് എത്തിയിരുന്നു അൻവർ. അല്പം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫോണിൽ സാദിഖിൻ്റെ കോളെത്തി. ഗുഡ് മോർണിംഗ് സർ. അറ്റൻഡ് ചെയ്ത പാടെ വിഷ് ചെയ്തു അൻവർ. മോർണിംഗ് അൻവർ, എത്തിയോ കക്ഷി? ആ ചോദ്യം ആരെ പറ്റിയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലായിരുന്നു. ഇല്ല സർ, ഞാൻ ദേ ഇവിടെ വന്ന് കാത്തുകെട്ടി കിടക്കുന്നു. ഇങ്ങേർക്കിത് എന്തിൻ്റെ കേടാണ്? നേരം പരപരാവെടുത്തപ്പോൾ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഇനി ആത്മാർത്ഥത തലയ്ക്ക് പിടിച്ചോ? അൻവറിന്റെ വാക്കുകളിലെ അമർഷം മനസ്സിലാക്കി ചിരിച്ചുപോയി സാദിഖ്. ACP അല്ലേടോ, പോരാത്തതിനിപ്പോൾ കേസിന്റെ ചാർജും. ഇതൊക്കെ ആദ്യത്തെ ഒരു ഷോ, അല്ലാണ്ട് എന്താ? നമ്മളൊന്ന് കണ്ണടച്ചെന്ന് കൊടുത്താൽ മതി. സർ, നിർമ്മൽ സാർ വരാണ്ട് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകില്ല, അതെനിക്ക് ഉറപ്പാണ്. അല്ലേ പിന്നെ എനിക്ക് തന്നേക്ക്. 100% ആത്മാർത്ഥമായി അന്വേഷിക്കാൻ ഞാൻ. ഇയാളെ പോലെ ബ്ലാക്ക് മാർക്കുള്ള ഒരു ഓഫീസറുടെ അസിസ്റ്റന്റ് ആകേണ്ടത് വളരെ കഷ്ടമാണ് സാർ. ഒടുവിൽ കേസ് ഉഴപ്പിയ അതിന്റെ പഴി നമുക്കൂടെയല്ലേ കിട്ടുന്നത്? അൻവറിന്റെ അമർഷം അടങ്ങിയിരുന്നില്ല. താനൊന്ന് അടങ്ങടോ അൻവറേ, ഞാൻ ദേ ഇപ്പോൾ അങ്ങെത്തും. ACP ഒക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. താനൊന്ന് പിന്നിൽ നിന്ന് തന്നാൽ മതി. ആ കോഡ് കട്ട് ചെയ്ത മിനിറ്റുകൾക്കകം സാദിഖ് സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു. രണ്ടാളും ഒരുമിച്ച് വീണ്ടും അല്പനേരം കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കവേ അൻവറിന്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം കുറേയായി. എവിടെയാണ് സാർ ഈ ACP സാം അലക്സ്? അക്ഷമനായി അവൻ തിരിയുമ്പോൾ തന്നെ ഒരു റെഡ് കളർ ബ്രീസ സ്പോർട്സ് എഡിഷൻ കാർ അവർക്ക് മുന്നിലായി വന്ന് സഡൻ ബ്രേക്ക് ഇട്ടു നിന്നു. ദേ വന്നു. ഒരു നിമിഷം പരസ്പരം മുഖാമുഖം നോക്കുമ്പോൾ സാദിഖിന്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. ഒഫീഷ്യൽ വാഹനത്തിൽ വിത്ത് യൂണിഫോമിൽ വരുന്ന തന്നെ പ്രതീക്ഷിച്ച അവർക്ക് മുന്നിലേക്ക് ടീഷർട്ടും ജീൻസും ഇട്ട് ഒരു ചുള്ളനായി അവൻ പതിയെ ഇറങ്ങി നിന്നു. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഐ ആം സാം അലക്സ്. കയ്യിലിരുന്ന കൂളിംഗ് ഗ്ലാസ് പതിയെ മുഖത്തേക്ക് വെച്ച് അവൻ മുന്നിലേക്ക് കയറി നിൽക്കുമ്പോൾ അനുസരണയോടെ സല്യൂട്ട് നൽകി അൻവറും സാധിക്കും. അത് കണ്ട് സാമിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഞാനൽപ്പം ലേറ്റായി അല്ലേ? സോറി. ഇറ്റ്സ് ഓക്കെ സർ, ഞങ്ങൾ എത്തിയിട്ട് അധിക സമയമായില്ല. പുഞ്ചിരിയോടെ സാദിഖ് മറുപടി നൽകുമ്പോൾ അൻവർ പിന്നിൽ നിന്ന് പല്ലുകൾ ഞെരിച്ചു. ഓക്കെ സാദിഖ്, അപ്പോൾ ഇതാണല്ലേ ആ പെൺകുട്ടിയുടെ ബോഡി കിട്ടിയ സ്പോട്ട്? എന്താ ഈ സ്ഥലത്തിൻ്റെ പേര്? സർ, അകത്തുമുറി എന്നാണ് സ്ഥലപ്പേര്. ഇവിടെ അത്ര ആൾപ്പാർപ്പില്ലാത്ത ഏരിയയാണ് സർ. സോ ഒരു ക്രിമിനലിനെ പറ്റിയ അറ്റ്മോസ്ഫിയറാണ്. സാദിഖിന്റെ മറുപടി കേട്ട് നിശബ്ദനായി തന്നെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു സാം. പറഞ്ഞത് സത്യമാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവൻ മനസ്സിലാക്കി. കേസിന്റെ ഡീറ്റെയിൽസ് ഇന്നലെ അനന്ത് സാർ പറഞ്ഞിരുന്നു. വല്ലാതെ കഷ്ടമായി പോയി അല്ലേ? പതിയെ നടന്ന് റെയിൽപാളത്തിനരികിലെത്തി ഒന്ന് തിരിഞ്ഞു സാം. അതെ സർ, വല്ലാതെ ക്രൂവലായിപ്പോയി. ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾ പോലും നടുങ്ങിപ്പോയി. ദേ ഇവിടെയാണ് ബോഡി കിടന്നിരുന്നത്. തൊട്ടു പിന്നാലെ എത്തി സാദിഖ് സംഭവ സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടവേ അത് വകവയ്ക്കാതെ സാമിന്റെ നോട്ടം നേരെ അൻവറിലേക്ക് തിരിഞ്ഞു. മിസ്റ്റർ CI, പ്ലീസ് കം. യെസ് സർ. അരികിലേക്കെത്തി അറ്റൻഷനായി അൻവർ നിൽക്കുമ്പോൾ പതിയെ അവന്റെ നെയിം ബോർഡ് വായിച്ചു സാം. അൻവർ ഹുസൈൻ. താനല്ലേ ഇവിടുത്തെ CI? സോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയം ഉണ്ടാവും അല്ലേ? അതെ സർ. മറുപടി നൽകുമ്പോൾ ആ ചോദ്യം എന്തിനായിരുന്നു എന്ന സംശയം അൻവറിൽ ഉടലെടുത്തു. ആ സംശയത്തിനുള്ള ഉത്തരമായിരുന്നു സാമിന്റെ അടുത്ത ചോദ്യം. അൻവർ, ഇവിടെ നല്ല ഫ്രഷ് കായൽ മീനൊക്കെ കിട്ടുമെന്ന് കേട്ടു. കുറച്ച് മീൻ വേണമല്ലോ. ഫ്രഷ് സാധനം വാങ്ങാൻ താനൊന്ന് സഹായിക്കണം. ആ വാക്കുകൾ കേട്ട് അവിശ്വസനീയമായി തുറച്ചു നോക്കി അൻവർ. സാർ എന്താ പറഞ്ഞേ? സാദിഖിനും ആ വാക്കുകൾ അവിശ്വസനീയമായിരുന്നു. ആ, എൻ്റെ സാദിഖേ, ഈ കായൽ മീൻ, കരിമീൻ, കക്ക അതൊക്കെ ഇവിടെ നല്ല ഫ്രഷ് കിട്ടുമെന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഇത്രയും രാവിലെ തന്നെ ഓടിപ്പിടിച്ചെത്തിയേ. ആ മറുപടി കേട്ട് ഒരു നിമിഷം സാദിഖിന്റെ മുഖത്തേക്ക് നോക്കി നിന്ന് പോയി അൻവർ. സാർ, അപ്പോൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വന്നതല്ലേ? അൻവറിന്റെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ട് ഒരു ചെറുചിരിയോടെ പതിയെ തിരിഞ്ഞു സാം. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? അതൊക്കെ മറ്റവൻ വന്ന് ചെയ്തോളും. ആ നിർമ്മൽ ദാസ് 11 ഡമ്മി പീസല്ലേ ഞാൻ. അല്ലേലും പിന്നെ ഇതിലൊക്കെ എന്തോന്ന് ഇൻവെസ്റ്റിഗേഷൻ? ഇത്രയും പ്ലാൻഡായി കാര്യം നടത്തിയവൻ എന്തായാലും പിടിപാടുള്ളവനാകും.
നമ്മൾ മണപ്പിച്ച് അവൻ്റെ പിന്നിലെത്തുമ്പോൾ മുകളിൽ നിന്ന് തന്നെ വിളി വരും, വിട്ടുകളഞ്ഞേക്കാൻ. അന്നേരം മോതയെ വെറുപ്പിച്ച് വീട്ടിൽ പോകേണ്ടി വരും. ഇതൊക്കെ ഇത്ര കണ്ടേക്കുന്നു. പോയപ്പോൾ ആർക്ക് പോയി? ആ പാവം പെങ്കൊച്ചിനും അവരുടെ വീട്ടുകാർക്കും പോയി. പുച്ഛത്തോടെയുള്ള സാമിന്റെ മറുപടി കേട്ട് ചൊറിഞ്ഞു കയറിയെങ്കിലും സംയമനം പാലിച്ചു അൻവർ. എന്നാലും സാർ, നിരാശയോടെ സാദിഖ് പിന്നാലെ ചെല്ലുമ്പോൾ ഒന്ന് തിരിഞ്ഞു സാം. എന്തെന്നാലും എടോ, ഈ ആത്മാർത്ഥതയൊക്കെ പുഴുങ്ങി പോക്കറ്റിലിട്ടേച്ച് 10 കാശുണ്ടാക്കാൻ നോക്ക്. ലാസ്റ്റ് റിട്ടയർഡായി വീട്ടിലിരിക്കുമ്പോൾ ദാരിദ്ര്യം മാത്രം സമ്പാദ്യമായാൽ അന്ന് നിരാശ തോന്നിയേക്കും. സാറേ, ആ നിരാശയ്ക്കും ഒരന്തസ്സുണ്ടാവും. അമർഷം അടക്കാൻ കഴിയാതെ അൻവർ ഇടയിലേക്ക് കയറവേ അരുതെന്ന് കണ്ടുകൊണ്ട് ആഗ്യം കാട്ടി സാദിഖ്. എന്നാൽ ആ മറുപടി സാമിനെ നന്നേ ബോധിച്ചിരുന്നു. ആ, താൻ ആദർശവാനാണല്ലേ? അപ്പോ ആ ആദർശവും കെട്ടിപ്പിടിച്ചുകൂടി ഇരുന്നോ? ഒന്ന് തുറിച്ചു നോക്കി പതിയെ ട്രാക്കിലേക്ക് കയറി സാം. പെരും മഴയല്ലായിരുന്നോ? ഇവിടെ നിനിയൊന്നും കിട്ടാനില്ല, പോയത് പോയി, അത്ര തന്നെ. സാമിന്റെ ഓരോ വാക്കുകളും അൻവറിന്റെ രോഷം ഇരട്ടിപ്പിച്ചുകൊണ്ടിരുന്നു. ആ രോക്ഷമാകട്ടെ അയാളുടെ മുഖഭാവത്തിൽ പ്രതിഫലിച്ചു. അത് മനസ്സിലാക്കി തന്നെ സാദിഖിന് നേരെ തിരിഞ്ഞു സാം. സാദിഖേ, താൻ വിട്ടോ, നമുക്ക് നാളെ കാണാം. ഇന്നിപ്പോ അൻവർ മതി എനിക്ക് കൂട്ടിന്. നല്ല മീൻ വാങ്ങി വേഗം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ളതാ. എന്നിട്ട് ആ DGP ഒന്ന് സന്ദർശിക്കാൻ പോണം. പുള്ളിയുടെ വക ഒരു ഉപദേശം ഉണ്ടാവും, അത് പോയി കൈപ്പറ്റണം. ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയിക്കോടും. ആ മറുപടി കേട്ട് ഉള്ളിലെ അമർഷം കടിച്ചമർത്തി മറുത്തൊന്നും പറയാതെ തന്റെ ജീപ്പിനരികിലേക്ക് നീങ്ങുമ്പോൾ അൻവറിനെ ഒന്ന് പാളി നോക്കി സാദിഖ്. അവന്റെ മുഖത്തും നിഴലിച്ച നിരാശ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ജീപ്പിലേക്ക് കയറിയവൻ. നിമിഷ നേരം കൊണ്ട് ആ ജീപ്പ് അവിടെ നിന്നും മാഞ്ഞു. അൻവർ, വാടോ, എനിക്ക് ആ ലൊക്കേഷൻ ഒന്ന് കാണിച്ചതാ. ലേറ്റായ നല്ല മീൻ കിട്ടിയേക്കില്ല. അല്പസമയം തുറച്ചു നോക്കി നിന്ന ശേഷം അൻവറും മറുത്തൊന്നും പറയാതെ പല്ലിറമ്മിക്കൊണ്ട് തന്റെ ജീപ്പിനരികേക്ക് നടന്നു. അവന്റെ ഉള്ളിൽ ആ നിമിഷം അവളുടെ മുഖമായിരുന്നു, മരിച്ച ധനി എന്ന പെൺകുട്ടിയുടെ. പാവം കുട്ടി, അവൾക്ക് നീതി കിട്ടുമോ? ആത്മകഥം പറഞ്ഞുകൊണ്ട് ജീപ്പിലേക്ക് കയറിയവൻ. സർ, ഈ ജീപ്പിന്റെ പിന്നാലെ വായോ, അതൃപ്തിയോടെ സാമിനെ നോക്കി പറഞ്ഞുകൊണ്ട് ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് പതിയെ മുന്നിലേക്കെടുത്തു അൻവർ. ആശാൻ കലപ്പിലാണല്ലോ. പെറുപെറുത്തുകൊണ്ട് ജീപ്പിന് പിന്നാലെ പതിയെ തന്റെ വണ്ടിയിൽ നീങ്ങി തുടങ്ങി സാം. DGPയുമായുള്ള മീറ്റിംഗ് കഴിഞ്ഞ് നേരം ഇരുട്ടിയപ്പോഴാണ് സാം വീട്ടിലേക്ക് എത്തിയത്. കാറ് പോർച്ചിലേക്ക് കയറ്റിയിട്ടിറങ്ങുമ്പോൾ ഭാര്യ നാൻസി പതിയെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. നാൻസി, മോളെവിടെ? അവൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ട് ഞാൻ. അകത്തുണ്ട്, അവള് TV കണ്ടിരിക്കുക. ഇച്ചായനെന്താ ഇത്രയും വൈകിയേ? ഒന്നും പറയണ്ട, ആ DGPയുടെ മുന്നിൽ പെട്ടുപോയി. കേസുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ്. പ്രത്യേകിച്ചൊന്നുമില്ല, കേസ് വലിയ സെൻസേഷൻ ഇഷ്യൂ ആയിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് തുമ്പുണ്ടാക്കണം. അനെയാണ് ശേനയാണ്. ഒടുക്കമൊരു വാണിങ്ങും. മുൻപത്തെ പോലെ ഉഴപ്പരുതെന്ന് നമ്മളിതത്ര കേട്ടിരിക്കുന്നു. സാമിന്റെ മറുപടി നാൻസിയുടെ മുഖത്തെ പുഞ്ചിരി മായ്ച്ചിരുന്നു. എന്നിട്ട് ഇച്ചായൻ എന്ത് പറഞ്ഞു? ആ ചോദ്യം കേട്ട് ഒന്നും പുഞ്ചിരിച്ചു അവൻ. ഓ, എന്നാ പറയാനാ, എല്ലാം ഓക്കെ മൂളി, അത്ര തന്നെ. നിസ്സാരമായി അവൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നാൻസിയുടെ മുഖം കൂടുതൽ ഇരുണ്ടു. ആ പെൺകുട്ടിയുടെ ബോഡി ഇന്നലെ അടക്കം ചെയ്തേ. ഇച്ചായൻ പോയില്ലേ എവിടെ? ആ ചോദ്യം കേട്ട് പതിയെ അവളുടെ ചുമലിൽ കൈയിട്ട് വീടിനുള്ളിലേക്ക് കയറി സാം. ഇല്ല, പോയില്ല. എന്നാത്തിനാ? മന്ത്രിമാരുടെയൊക്കെ പ്രശ്നം കാണാനോ? എന്തിനാ അതിനിടയ്ക്ക് നമ്മൾ ചുമ്മാ? അവര് വന്ന് റീത്തും വെച്ച് ഫോട്ടോ എടുത്ത് പോയിക്കോട്ടെ. അതിനിടയ്ക്ക് പോയി നിന്ന് സല്യൂട്ട് കൊടുക്കാൻ എനിക്കൊന്നും മേല. മാത്രമല്ല, അവിടെ വെച്ചെങ്ങാൻ കണ്ടാൽ മീഡിയാസിന്റെ മുന്നിൽ ആളാകാനായി നമ്മുടെ മുതുകത്ത് കയറാനും മടിക്കില്ല. ആ മറുപടി കേട്ട് നിശബ്ദയായി കൂടെ ചെന്നു നാൻസി. പപ്പാ. സാമിനെ കണ്ടയുടനെ തന്നെ ഓടി അടുത്തെത്തി കെട്ടിപ്പിടിച്ചു മോൾ ഈവ. കോരിയെടുത്ത് ഒരു മുത്തം നൽകി ചോക്ലേറ്റ് പാക്കറ്റ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു സാം. ദേ, ഒറ്റയടിക്ക് മുഴുവൻ തീർത്തേക്കരുത്, കുറേശ്ശെ കഴിക്കണം കേട്ടോ. ഓ പപ്പ. സന്തോഷത്തോടെ അവൾ നിലത്തേക്ക് ഊർന്നിറങ്ങി ആ ചോക്ലേറ്റ് പാക്കറ്റുമായി മുറിയിലേക്ക് ഓടുമ്പോൾ നാൻസിയുടെ മുഖം വാടിയിരിക്കുന്നത് ശ്രദ്ധിച്ചു അവൻ. എന്നാ പറ്റി നാൻസിയമ്മ, നിനക്കൊരു വാട്ടം? എന്തേലും വയ്യായിക്കുണ്ടോ? ഏയ്, ഒന്നുമില്ല ഇച്ചായ, വെറുതെ തോന്നിയതാ. ഇച്ചായൻ വേഗം കുളിച്ചു വാ, ഞാൻ ഫുഡ് എടുത്തു വയ്ക്കാം. ഒഴിഞ്ഞു മാറി അവൾ കിച്ചണിലേക്ക് പോകുമ്പോൾ സംശയത്തോടെ നോക്കി നിന്നു സാം. ഇതെന്നാ പറ്റി കർത്താവേ? അല്പസമയം കൂടി അവളെ തന്നെ നോക്കി നിന്ന ശേഷം പതിയെ മുറിയിലേക്ക് പോയി അവൻ. കുളി കഴിഞ്ഞ് അത്താഴം കഴിക്കുമ്പോഴും നാൻസി ഏറെ മൂഡ് ഓഫിലാണെന്നത് മനസ്സിലായിരുന്നു സാമിന്. ഒടുവിൽ ബെഡ്റൂമിൽ മോളയെ ഉറക്കി കിടത്തി തിരിഞ്ഞവളെ പതിയെ തനിക്കരികിലേക്ക് പിടിച്ചിരുത്തിയവൻ. എന്താടോ, എന്താ പറ്റിയതെനിക്ക്? ഇങ്ങനെ മുഖം വെറുപ്പിച്ചുകൊണ്ട് നടക്കാൻ കാര്യമായതേലും തുറന്നു പറയ്. ആ ചോദ്യം കേട്ട് പതിയെ അവന്റെ ചുമലിലേക്ക് ചാഞ്ഞു നാൻസി. ഇച്ചായ, ഇത്രയും നാൾ ഇച്ചായന്റെ ജോലി സംബന്ധമായ ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല. ഒരുപാട് ആരോപണങ്ങൾ ഇച്ചായനെ പറ്റി കേട്ടു.
എന്നിട്ടും മൗനമായി ഞാൻ. പക്ഷേ എന്താടോ, എന്തായിപ്പോ ഇങ്ങനെയൊക്കെ പറയണേ? താൻ കാര്യം എന്താണെന്ന് തെളിച്ചു പറയ്. അക്ഷമനായി അവളെ തനിക്ക് അഭിമുഖമായി നിർത്തിയിരുത്തി സാം. ഈ വാർത്ത കേട്ടത് മുതൽ ഉള്ളിലൊരു വിങ്ങലാണ് എനിക്ക്. പാവം കുട്ടി, എന്തോരം സഹിച്ചു കാണും അവൾ. അവളുടെ വാക്കുകൾ കേട്ട് മൗനമായി തന്നെ ആ മുഖത്തേക്ക് നോക്കിയിരുന്നു സാം. ഇച്ചായ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസിൽ മാത്രം എൻ്റെ ഇച്ചായൻ ഉഴപ്പരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം നമുക്ക് വളർന്നു വരുന്നതും ഒരു പെൺകുട്ടിയാണ്. ഹൃദയത്തിന് തൊട്ടുള്ള നാൻസിയുടെ ആ വാക്കുകൾ സാമിനെ വല്ലാതെ അസ്വസ്ഥമാക്കി. നാൻസി, ഞാൻ മറുപടിക്കായി അവൻ പതറുമ്പോൾ പതിയെ ആ മുഖത്ത് തൻ്റെ വലത്ത് കൈയാൽ തലോടി നാൻസി. ആ സ്ഥാനത്ത് നമ്മുടെ ഈവയായിരുന്നെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ചായ. ഏയ് നാൻസി, നോ. ഏറെ അസ്വസ്ഥനായി ചാടി എഴുന്നേറ്റു സാം. അപ്പോൾ ശാന്തമായി തന്നെ പതിയെ അവനോടൊപ്പം എഴുന്നേറ്റ് അരികിലായി നിന്നു നാൻസി. എനിക്ക് വേണ്ടി, വളർന്നു വരുന്ന നമ്മുടെ മോക്ക് വേണ്ടി, പിന്നെ നമ്മുടെ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും വേണ്ടി ഇച്ചായൻ ഈ കേസിലെ കുറ്റവാളികളെ കൊടുക്കണം. സത്യസന്ധമായ ഒരു അന്വേഷണത്തിലൂടെ ഇതുവരെയുണ്ടായ അപവാദങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കണം. പ്ലീസ്. അവളുടെ വാക്കുകൾക്ക് മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ നിന്നുപോയി സാം. അന്നാദ്യമായി തൻ്റെ പ്രവൃത്തികളെ സ്വയം വിലയിരുത്തിപ്പോയി അവൻ. ആ നിശബ്ദത നാൻസിയും വല്ലാതെ വിഷമിപ്പിച്ചു. പതിയെ അവന് മുന്നിലേക്ക് കയറി നിന്നു അവൾ. ഞാനീ പറഞ്ഞത് ഇച്ചാന് വിഷമായെങ്കിൽ സോറി. എന്തോ ഈ ഒരു കേസ് അത്രത്തോളം എൻ്റെ മനസ്സിനെ നോവിച്ചു. ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിച്ചായ. ഒറ്റ മോളായിരുന്നു. അവരുടെ ആ സങ്കടം ന്യൂസ് ചാനലിലൂടെ കണ്ടു ഞാൻ. എന്തോ ഉള്ളിലൊരു പിടച്ചിൽ. നാൻസിയുടെ വാക്കുകൾ കേട്ട് മറുപടി ഒന്നും പറയാതെ പതിയെ ബെഡിലേക്ക് ചെന്നിരുന്നു സാം. ഒന്നും അറിയാതെ ഉറങ്ങുന്ന ഈവയുടെ മുടിയിഴകൾ ഒന്ന് തലോടി അല്പസമയം നിശബ്ദനായിരുന്നപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നി അവന്. അല്പസമയം ആലോചനകളിൽ മുഴുകിയിരുന്ന ശേഷം പതിയെ തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്തു. കോണ്ടാക്ട് ലിസ്റ്റിൽ അൻവറിന്റെ നമ്പർ സെലക്ട് ചെയ്ത് കോൾ ബട്ടൺ അമർത്തി പതിയെ കാതോട് ചേർത്തു. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരുന്നു. സാർ പറയൂ, എന്താ ഈ നേരത്ത്? മറുതലയ്ക്കൽ അൻവറിന്റെ ശബ്ദം കേൾക്കെ സാമിന്റെ മിഴികൾ കൂർത്തു. അൻവർ, നാളെ ഷാർപ്പ് 8 o'clock ബോഡി കിട്ടിയ സ്പോട്ടിലെത്തണം. ഒപ്പം പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന്റെ കോപ്പി എടുക്കണം. മറക്കരുത്. ആ വാക്കുകൾ കേട്ട് അൻവർ ആകെ അന്താളിച്ചുപോയി. എന്താ സാർ ഇപ്പോൾ പെട്ടെന്ന്? പെട്ടെന്നല്ല അൻവർ, നമ്മൾ ഓൾറെഡി വൈകിപ്പോയി. ഇനിയും പാടില്ല. അപ്പോൾ നാളെ രാവിലെ കാണാം. കൂടുതലൊന്നും പറയാതെ സാം ഫോൺ കട്ട് ചെയ്തപ്പോൾ ഒന്നും മനസ്സിലാകാതെ അല്പസമയം നിന്നുപോയി അൻവർ. ഇങ്ങർക്ക് പാതിരാത്രി കള്ള തലയ്ക്ക് പിടിച്ചു. പെറുപുറത്തുകൊണ്ട് അവൻ ഫോൺ ടേബിളിലേക്ക് വെച്ചു. സാമിന്റെ ഫോൺ സംഭാഷണം കേട്ടുനിന്ന നാൻസിയുടെ മിഴികളും പതിയെ വിടർന്നു. അത് കണ്ട് പതിയെ എഴുന്നേറ്റ് ചെന്ന് അവളെ കൈപിടിച്ച് തനിയിലേക്ക് അടുപ്പിച്ചു സാം. ആ എറണാകുളം കേസിൽ ഇച്ചിരി ഉടായ്പൊക്കെ കാണിച്ചു എന്നല്ലാണ്ട് അത്ര മോശം ഓഫീസർ അല്ലടോ ഞാൻ. പിന്നെ എവിടെയൊക്കെയോ വെച്ച് എൻ്റെ ഉള്ളിലെ ആത്മാർത്ഥത നഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തിരിച്ചു കിട്ടി. ഇനി ഈ കേസിൽ ഞാനുള്ളിടത്തോളം കാലം സത്യസന്ധമായി തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഇതെൻ്റെ ഉറപ്പ്. ആ വാക്കുകൾ കേട്ട് സാമിനോട് ചേർന്ന് നിന്ന നാൻസിയുടെ ഉള്ളം സന്തോഷത്താൽ തുടിച്ചു. അപ്പോൾ അന്വേഷണം നാളെ മുതൽ ആരംഭിക്കുന്നു. അടുത്ത ദിവസം രാവിലെ മനസ്സില്ലാ മനസ്സോടെയാണ് അൻവർ വീണ്ടും കൃത്യം നടന്ന സ്പോട്ടിലേക്ക് പോയത്. പോകും വഴി സാദിഖിനെ വിളിക്കാൻ മറന്നില്ല അവൻ. അതെന്താടോ തന്നെ മാത്രം വിളിച്ചേ? എനിക്ക് കോളൊന്നും വന്നിട്ടില്ലല്ലോ. എന്തായാലും പോയി നോക്ക്. സാദിഖിന്റെ മറുപടി കേട്ട് ഒരു നിമിഷം അൻവറിന്റെ നെറ്റിച്ചൊളിഞ്ഞു. അപ്പോൾ പിന്നെ ഉറപ്പാണ് വീണ്ടും മീൻ വാങ്ങാൻ പോകാനാവും. ഇത് വല്ലാത്ത കഷ്ടം തന്നെ. വല്ലാത്ത നിരാശ തോന്നി അവന്. താനെന്തായാലും ചെല്ല്. ഇനിയും പുള്ളി ഉഴപ്പിയാൽ നമുക്ക് കമ്മീഷണറിൽ ചെന്ന് കാര്യം പറയാം. സാദിഖിന്റെ കോൾ കട്ട് ചെയ്തപ്പോഴേക്കും ജീപ്പ് റെയിൽവേ ട്രാക്കിനരികിലെത്തിയിരുന്നു. ഒരു നിമിഷം മുൻ ഗ്ലാസ്സിലൂടെ നോക്കി അൻവറിന്റെ നെറ്റിച്ചൊളിഞ്ഞു. സാറേ, ആ കിടക്കുന്നത് ACP സാറിന്റെ ഒഫീഷ്യൽ വണ്ടിയല്ലേ? പുള്ളി രാവിലെയെങ്ങും പോന്നോ? ഡ്രൈവറുടെ ചോദ്യം അവന്റെ ഉള്ളിലും ആശ്ചര്യമുളവാക്കി. ജീപ്പ് സൈഡാക്കി നിർത്തവേ അന്വേഷണ റിപ്പോർട്ട് കയ്യിലേക്കെടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ വീണ്ടും അൻവർ അത്ഭുതപ്പെട്ടു. ഒഫീഷ്യൽ ഡ്രസ്സിൽ ബോഡി കിടന്ന സ്പോട്ടിലായിരുന്നു സാം. ഇയാളെന്താ രാവിലെ ഒറ്റയ്ക്ക് സ്പോട്ടിലിറങ്ങി തപ്പുന്നേ? ഇനി ഇന്നലെ രാത്രി വെളിപാടെന്തെങ്കിലും ഉണ്ടായോ? അതോ തലക്ക് വെളിവില്ലാതായോ? പതിയെ പെറുപെറുത്തുകൊണ്ട് സാമിനരികിലേക്ക് നടന്നു അവൻ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് അൻവർ. ഈ സ്ഥലത്ത് അധികം ആൾക്കാർ വന്നു പോകാറില്ല അല്ലേ? കണ്ട മാത്രമേ തന്നെ ചോദ്യം എത്തിയപ്പോൾ ഒരു നിമിഷം പതറിപ്പോയി അൻവർ. ഇല്ല സർ, ഇത് അധികം ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണ്. പിന്നെ മുകളിലെ ബ്രിഡ്ജിലൂടെ വണ്ടികൾ പോകാറുണ്ട്. താഴേക്ക് വിജനമാണ്. വല്ലപ്പോഴും സമീപവാസികൾ ആരെങ്കിലുമൊക്കെ മദ്യപിക്കാനോ മറ്റോ പാലത്തിനടിയിൽ കൂടാറുണ്ട്. അല്ലാതെ ആരും ഇവിടേക്ക് വരാറില്ല. ആ മറുപടി കേട്ട് പതിയെ പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് പോയി സാം.
അൻവർ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കും വിധം ഒന്ന് രണ്ട് ഒഴിഞ്ഞ മദ്യക്കുപ്പികളും മിനറൽ വാട്ടറിന്റെ ബോട്ടിലും അങ്ങിങ്ങായി ചിതറിക്കിടന്നിരുന്നു. അതും വളരെ കുറച്ചു മാത്രം. അൻവർ, ആ റിപ്പോർട്ട് ഒന്ന് തന്നേ. ചോദ്യം കേട്ട മാത്രയിൽ കയ്യിലിരുന്ന ഫയൽ അവന് കൈമാറി അൻവർ. അല്പസമയം അത് നോക്കിയ ശേഷം മടക്കി തിരികെ അൻവറിനെ തന്നെ ഏൽപ്പിച്ചു സാം. അൻവർ, ബോഡി കിടന്നത് പാലത്തിനരികിലല്ല. ഇറ്റ് മീൻസ് മുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞതല്ല. കൊലയാളി വണ്ടി ദൂരത്തിൽ നിർത്തി ബോഡി ചുമരിലേറ്റ് ഇവിടെ കൊണ്ടിട്ടതാകാം. ആം ഐ റൈറ്റ്? യെസ് സർ. അങ്ങനെയാകാനാണ് സാധ്യത. ആ മറുപടി കേട്ട് വീണ്ടും അല്പസമയം ചിന്തയിലാണ്ടു സാം. ശേഷം അൻവറിന് നേരെ തിരിഞ്ഞു. പരിസരവാസികൾ ആരും തന്നെ രാത്രി സമയത്ത് അങ്ങനെ ഒരു വണ്ടി കണ്ടതായി പറഞ്ഞില്ല അല്ലേ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CCTV ക്യാമറയെങ്കിലും? ഇല്ല സർ, ഇതൊരു ഗ്രാമപ്രദേശമാണ്. സോ ക്യാമറയൊന്നുമില്ല. പിന്നെ നല്ല മഴയായിരുന്നല്ലോ. സോ ആരും അസ്വാഭാവികമായി ഒന്നും കണ്ടതായി പറഞ്ഞിട്ടില്ല. ആ മറുപടിയിൽ ഏറെ നിരാശ തോന്നി സാമിന്. ഒരു CCTV പോലുമില്ല എങ്ങും. ദെൻ എവിടുന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചോ? ആരേലും ഉണ്ടോ ശത്രുത തോന്നത്തക്ക വിധത്തിൽ? കൊലയാളിയാകാമെന്ന് സംശയിക്കാൻ തക്കവണ്ണം ഒരാളെങ്കിലും കിട്ടിയോ? ആ ചോദ്യത്തിനും ഇല്ല എന്ന് തന്നെയായിരുന്നു അൻവറിന്റെ മറുപടി. സർ, അവര് സാധാരണക്കാരാണ്. ഈ പെൺകുട്ടിയാണെങ്കിൽ പഠിക്കാൻ പോകും, തിരികെ വീട്ടിൽ വരും. അതിനപ്പുറം ഒരു അനാവശ്യ ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാത്ത കുട്ടിയാണ്. പിന്നെ എവിടുന്നാണ് സർ ശത്രുക്കൾ? ആ മറുപടിയും സാമിനെ ഏറെ അസ്വസ്ഥനാക്കി. അവന്റെ മനസ്സിൽ അനേകായിരം ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഉടലെടുത്തു. ഇവിടുന്ന് തിരികെ പോകുന്നതിന് മുമ്പ് വ്യക്തമായൊരു തുടക്കം അത് അനിവാര്യമാണ്. അതിനുള്ളത് ഇവിടുന്ന് തന്നെ കിട്ടണം. മനസ്സ് തുടരെ തുടരെ മന്ത്രിക്കുമ്പോൾ വീണ്ടും സാമിന്റെ ഉള്ളിലെ പോലീസുകാരൻ ഉണർന്നു. മിഴികൾ ആ ഒരു തുടക്കത്തിനായി ചുറ്റും പരതി. ചിതറിക്കിടന്ന ബോട്ടിലുകൾ, കവറുകൾ എല്ലാം ഒന്നൊന്നായി ചികഞ്ഞു അവൻ. അതൊക്കെയും കണ്ട് ഒന്നും മനസ്സിലാകാതെ നോക്കി നിന്നു അൻവർ. ഉടനെ സാമിന്റെ നോട്ടം പായൽ പിടിച്ച പാലത്തിന്റെ അടിഭാഗത്തെ ഭിത്തിയിലുടക്കി. അല്പസമയം അവിടേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ മുഖത്ത് പ്രതീക്ഷയുടെ കണികകൾ നാമ്പിട്ട് തുടങ്ങിയിരുന്നു. പതിയെ അൻവറിന് നേരെ തിരിഞ്ഞു അവൻ. അൻവർ, ഇതൊരു നാട്ടിൻപുറമാണെന്നല്ലേ പറഞ്ഞത്? മാത്രല്ല വല്ലപ്പോഴും സമീപവാസികളല്ലാതെ വേറെ ആരും ഇങ്ങോട്ട് വരാറുമില്ല എന്ന് പറയപ്പെടുന്നു. അപ്പോൾ പിന്നെ അതെങ്ങനെ ഇവിടെ വന്നു? സാം വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി അൻവറിന്റെ മിഴികൾ കുറുകി. അതൊരു ഷൂസിന്റെ പാടായിരുന്നു. ആരോ ആ ഭിത്തിയിൽ കാലുമടക്കി ചവിട്ടി ചാരി നിന്ന പോലെ ഒരു പാട്. സർ, ഇതൊരു ഷൂസിന്റെ പാടല്ലേ? അതിപ്പോ അന്ന് സംഭവം നടന്ന ദിവസം നമ്മുടെ പോലീസുകാരോ അല്ലേ മറ്റാരെങ്കിലും ചാരി നിന്നതായിക്കൂടെ? സംശയത്തോടെ അൻവർ നോക്കുമ്പോൾ പതിയെ ആ ഭിത്തിക്കരികിലേക്ക് ചെന്നു സാം. അൻവർ, ഇത് ശ്രദ്ധിച്ചോ? മഴയത്ത് നടന്ന ശേഷം ആരോ ഇവിടെ വന്ന് ചാരി നിന്നതാണ്. കണ്ടില്ലേ പ്രിന്ററിൽ ചേറ് തെളിഞ്ഞു നിൽക്കുന്നത്? ബോഡി കണ്ട ദിവസം, അതായത് മിനിഞ്ഞാന്ന്. ആ സമയം ഇവിടെ മഴയില്ലായിരുന്നു, ഇതുപോലെ ചേറുമില്ലായിരുന്നു. ഈ ഭാഗത്തേക്ക് പോലീസ് വേറെ ആരെയും അടുപ്പിച്ചിട്ടുമില്ല. പിന്നെ ബോഡി കിടന്നത് ഇവിടുന്ന് കുറച്ച് മാറിയതിനാൽ പോലീസുകാരും ഇവിടെ വന്ന് ചാരി നിൽക്കേണ്ട സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഇവയേക്കാൾ ഏറെ പ്രധാനമായൊരു കാര്യം, ഇത് പോലീസ് ബൂട്ടിന്റെ പ്രിന്റല്ല, ഇതൊരു സ്പോർട്സ് ഷൂ ആണ്. സാം പറഞ്ഞ വാക്കുകൾ കേട്ട് ഒരു നിമിഷം നടങ്ങിപ്പോയി അൻവർ. ആ ഷൂ പ്രിന്റിലേക്ക് സൂക്ഷിച്ചു നോക്കവേ അവന്റെ മിഴികൾ വിടർന്നു. ശരിയാണ് സർ, ഇത് പോലീസ് ബൂട്ട് പ്രിന്റ് അല്ല. സ്പോർട്സ് ഷൂസിൽ കാണുന്നത് പോലുള്ള ഗ്രിപ്പുണ്ടതിൽ. മാത്രമല്ല സാറ് പറഞ്ഞതുപോലെ ആ ദിവസം മീഡിയാസിനെ പോലും നമ്മളിങ്ങോട്ട് അടുപ്പിച്ചിട്ടുമില്ല. പിന്നെ ബോഡി കിട്ടിയതിന്റെ തലേന്ന് രാത്രി നല്ല മഴയുമായിരുന്നു. അപ്പോൾ ഇത്... സംശയത്തോടെ അവൻ തനിക്ക് നേരെ തിരിയവേ പതിയെ പുഞ്ചിരിച്ചു സാം. അൻവർ, ഒരു ക്രൈം സ്പോട്ടിലെത്തിയാൽ പിന്നെ കണ്ണിൽ കാണുന്നതൊക്കെയും സംശയത്തോടെ തന്നെ വീക്ഷിക്കണം. അതാണ് ഒരു പോലീസുകാരൻ. കാരണം ഏതൊരു കേസിലും ഇരുട്ടിൽ തപ്പി വേണം നമ്മൾ തുടങ്ങേണ്ടത്. ഫോറൻസിക് ടീമും ഈ ഒരു പ്രിന്റ് ശ്രദ്ധിച്ചിട്ടില്ല. വെറും സംശയമാകാം, എന്നിരുന്നാലും കണ്ടില്ല എന്ന് നടിച്ചു പോകരുത്. ഈ പ്രിന്റ് കളക്ട് ചെയ്യാൻ വേണ്ടത് ചെയ്തേക്കണം ഇന്ന് തന്നെ. ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന കൊലയാളിയുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ആകാം ഇത്. അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവത്തിന്റെ വക നമുക്കായി ഒരു ബോണസ് പോയിന്റ്. സോറി സർ, ആ ഒരു വെപ്രാളത്തിൽ ഇത് ശ്രദ്ധിക്കാതെ പോയി. ഉടനെ ഫോറൻസിക് ടീമിനെ ഇൻഫോം ചെയ്യാം ഞാൻ. ആ നിർദ്ദേശം കേട്ട് അനുസരണയോടെ തലയാട്ടി അൻവർ. അവന്റെ ഉള്ളിൽ അപ്പോൾ വല്ലാത്ത ഐശ്വര്യമായിരുന്നു. തലേന്ന് കണ്ടതിൽ നിന്നും ഏറെ വേറിട്ടുള്ള സാം അലക്സ് എന്ന പോലീസ് ഓഫീസറുടെ പെരുമാറ്റം അവനെ കൂടുതൽ ഞെട്ടിച്ചു. തിരികെ നടന്ന സാം വീണ്ടും ഒന്ന് നിന്ന് അവന്റെ നോട്ടം അപ്പോൾ നിലത്തേക്ക് പതിഞ്ഞിരിക്കുന്നത് കണ്ട അൻവറിന്റെ മിഴികളും നിരത്ത് പരതി. അല്പസമയം സൂക്ഷ്മതയോടെ നോക്കി നിന്ന ശേഷം പതിയെ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് അവിടെ നിന്നും ചേറിൽ താഴ്ന്നു കിടന്ന ഒരു സിഗരറ്റ് കുറ്റി കയ്യിലേക്ക് എടുത്തു സാം.
അതിലേക്ക് നോക്കി നിന്ന് അവന്റെ മിഴികൾ തിളങ്ങുന്നത് ശ്രദ്ധിച്ചു അൻവർ. അൻവർ, ദേ ഇത് കണ്ടോ, ഈ സിഗരറ്റ് കുറ്റി? വീണ്ടും സംശയത്തോടെ തന്നെ അതിലേക്ക് നോക്കി അൻവർ. സർ, ഇതൊരു സിഗരറ്റ് കുറ്റിയല്ലേ? ഇതിലിപ്പോ എന്താണ്? ആ വാക്കുകൾ കേട്ട് പതിയെ എഴുന്നേറ്റു സാം. അൻവർ, ഇത് ലോക്കൽ സിഗരറ്റ് അല്ല, മാൽബെയറോ ആണ്. ഈ നാട്ടിലെ ലോക്കൽസ് ആരും എന്തായാലും ഇത് വാങ്ങി വലിക്കില്ല. ഇവിടെയൊക്കെയുള്ള കടകളിൽ അവൈലബിൾ ആണോ എന്ന് പോലും അറിയില്ല. അപ്പൊ പിന്നെ ഈ നാട്ടിൻ പുറത്ത് ഇത് വലിച്ചതാരാകും? ആ ചോദ്യം കേട്ട് നടുക്കത്തോടെ അൻവർ നോക്കി നിൽക്കെ അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു സാം. ബോഡിയിൽ ഒരു ഫിംഗർ പ്രിന്റ് പോലും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ സിഗരറ്റ് കുറ്റിയിൽ നിന്നും ഒന്നും കിട്ടില്ല. പക്ഷേ ഈ ഷൂസിന്റെ മാർക്ക്, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ടെന്ന് ഈ സിഗരറ്റ് കുറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അൻവർ. സാമിന്റെ ഓരോ വാക്കുകളും കേട്ട് കൂടുതൽ ആകാംക്ഷയേറിയ അൻവറിന്. ഒപ്പം അവനോട് വല്ലാത്ത ബഹുമാനവും. അത് തുറന്നു പറയുവാനും മടികാട്ടിയില്ല അൻവർ. സാർ, ഐ ആം സോറി. സത്യത്തിൽ ഇന്നലെ സാറിന്റെ പെരുമാറ്റം കണ്ട് വല്ലാതെ തെറ്റിദ്ധരിച്ചു ഞാൻ. ഇന്നിപ്പോൾ ഇവിടേക്ക് എത്തുന്നത് വരെയും. പക്ഷേ ഇപ്പോൾ എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് സാർ. യു ആർ എ ബ്രില്യൻറ്റ് പോലീസ് ഓഫീസർ. സാറിനൊപ്പം വർക്ക് ചെയ്യാനിപ്പോൾ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ആ വാക്കുകൾ കേട്ട് പതിയെ പുഞ്ചിരിയോടെ അൻവറിന്റെ ചുമലിലേക്ക് കൈവച്ചു സാം. ഡ്യൂട്ടി ഫസ്റ്റ്. ഫോറൻസിക് ടീമിന് ഇൻഫോം ചെയ്യാൻ മറക്കണ്ട. ആ മറുപടി കേട്ട് അൻവറിന്റെ മുഖത്തെ പുഞ്ചിരി സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ മാഞ്ഞു. വിളറി വെളുത്തുപോയി അവൻ. അപ്പോഴേക്കും തിരികെ തന്റെ വണ്ടിക്കരികിലേക്ക് നടന്നു സാം. ഡോറ് തുറന്നകത്ത് കയറുന്നതിനു മുന്നായി വീണ്ടും ഒന്ന് തിരിഞ്ഞു അവൻ. അൻവർ, യു ആർ ഓൾസോ എ ഗ്രേറ്റ് പോലീസ് ഓഫീസർ. ആ മിസ്സിംഗ് കേസുകളെ പറ്റിയുള്ള തന്റെ കണ്ടെത്തൽ ഞാൻ അറിഞ്ഞിരുന്നു. ഗുഡ് ജോബ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. മുഖത്തെ എളിപ്പിത ക്ഷണനേരം കൊണ്ട് മായവേ മറുപടി പറഞ്ഞുകൊണ്ട് ഓടി അവനെ അരികിലെത്തി അൻവർ. ആരാടോ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തേ? അത് ഡോക്ടർ സുദർശൻ, മെഡിക്കൽ കോളേജിലെ സീനിയറാണ്. താനൊരു കാര്യം ചെയ്യേ, ജീപ്പ് പറഞ്ഞു വിട്ട് എനിക്കൊപ്പം കയറിക്കോ. ഇനിയിപ്പോൾ ഈ കേസ് സോൾവ് ആകുന്നവരെ താൻ എൻ്റെ കൂടെയാണ്. സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ SIനെ ഏൽപ്പിച്ചോ. നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷനുമായി മുന്നോട്ട് പോകാം. ആദ്യം ആ ഡോക്ടറെ തന്നെ കാണാം. അൻവർ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളായിരുന്നു അവ. ഓക്കെ സർ. ഒരു മിനിറ്റ്, ഞാൻ ദേ വരുന്നു. നിമിഷങ്ങൾക്കകം ജീപ്പ് പറഞ്ഞയച്ച് സാമിനൊപ്പം വണ്ടിയിലേക്ക് കയറി അവൻ. അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. സാം അലക്സ്. ഞാൻ കേട്ടിട്ടുണ്ട് സാറിൻ്റെ പേര്. പക്ഷേ കേട്ടതൊക്കെ നല്ല കാര്യങ്ങളല്ല. ഇപ്പോൾ ഈ കേസിലേക്ക് വന്നതും മീഡിയാസ് വിവാദമാക്കുന്നുണ്ടല്ലോ. പുഞ്ചിരിയോടെ ഒരു ആമുഖം ഇട്ട് തന്നെ ഡോക്ടർ സുദർശൻ. എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിനായല്ല മിസ്റ്റർ സുദർശൻ ഞങ്ങളിവിടെ വന്നത്. ആ പെൺകുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ, അതാണ് എനിക്കറിയേണ്ടത്. പരിക്കൻ മറുപടിയിൽ ഇളിബിനായി പോയി ഡോക്ടർ സുദർശൻ. അത്തരമൊരു മറുപടി അൻവറും പ്രതീക്ഷിച്ചില്ല. ഇളിബിതെ മറച്ചുകൊണ്ട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സുദർശൻ. ഓക്കെ ഐ ആം സോറി സർ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വേഗത്തിൽ അയാൾ വിഷയത്തിലേക്കെത്തി. സർ, മരണകാരണം തലയിലേറ്റ ആ മാരകമുറിവാണ്. അത് കരിങ്കൽ കൊണ്ടുള്ളതോ അതുപോലുള്ള മറ്റെന്തെങ്കിലും ആയുധം കൊണ്ടുള്ളതോ ആകാം. ഏകദേശം 10നും 11നും ഇടയ്ക്കാണ് മരണം സംഭവിച്ചിട്ടുള്ളതും. പിന്നെ കുട്ടി ലൈംഗികമായും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലുതായിട്ടൊന്നുമില്ലെങ്കിലും ചെറിയ രീതിയിൽ ടോർച്ചറിങ് നടന്നിട്ടുണ്ട്. ബോഡിയിലെ ആ മുറിവുകൾ അത് സൂചിപ്പിക്കുന്നു. എൻ്റെ നിഗമനത്തിൽ കൊലയ്ക്ക് പിന്നിലെ മോട്ടീവ് കൊലയാളിക്ക് സെക്സിനോടുള്ള അമിതഭ്രമം. അതുതന്നെയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാമഭ്രാന്ത്. പിന്നെ അവനൊരു സൈക്കോ ആകണം. അല്ലാത്ത പക്ഷം ഇത്രയേറെ ഒരാളെ ക്രൂരമായൊന്നും കൊല്ലാൻ മനസ്സ് വരില്ല. സുദർശന്റെ വാക്കുകൾ ഓരോന്നും മനസ്സുകൊണ്ടാണ് ശ്രവിച്ചത് സാം. സൈക്കോ? സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സൈക്കോ കില്ലർ അല്ലേ? അപ്പോൾ ബാക്കി മിസ്സിംഗ് ആയ 2 കുട്ടികൾ? ഇവനാണ് അതിനു പിന്നില്ലെങ്കിൽ അവരും ആപത്തിലാണ്. രോക്ഷത്താൽ ചുമരിലേക്ക് ആഞ്ഞടിച്ചു സാം. ശേഷം അൻവറിന് നേരെ തിരിഞ്ഞു. അൻവർ, ആ 2 പെൺകുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ്. എവിടെ, എങ്ങനെ മിസ്സായി, ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, ഇനി എന്തേലും അഫെയർ ഉണ്ടെങ്കിൽ അതും എല്ലാം കിട്ടണം ഇന്ന് തന്നെ. ഗോ ഫാസ്റ്റ്. ഓക്കെ സർ, ഇപ്പോൾ തന്നെ കളക്ട് ചെയ്യാം. കാര്യഗൗരവം മനസ്സിലാക്കി അൻവർ ഏറെ ഉഷാറായിരുന്നു. എന്നെ നേരെ കമ്മീഷൻ ഓഫീസിലാക്കി വണ്ടി താൻ കൊണ്ടുപോയിക്കോ. വേഗത്തിൽ മുന്നോട്ട് നടന്ന ശേഷം എന്തോ ഓർത്തിട്ട് നിന്നു സാം. ശേഷം തിരികെ സുദർശന്റെ അരികിലെത്തി. താങ്ക്സ് ഫോർ ദിസ് ഇൻഫർമേഷൻ ഡോക്ടർ. യു ആർ വെൽക്കം സർ. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. സുദർശനും പുഞ്ചിരി തൂകി. സാം, എന്താ തൻ്റെ നിഗമനം? കമ്മീഷണർ ആനന്ദ് മേനോന്റെ ചോദ്യം കേട്ട് പതിയെ എഴുന്നേറ്റു സാം. സർ, ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു കില്ലർ. അയാളൊരു സൈക്കോ കൂടിയാകാമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സുദർശൻ അഭിപ്രായപ്പെടുന്നു. കിഡ്നാപ്പിന് കാരണം പ്രതിക്ക് സെക്സിനോടുള്ള അമിതഭ്രമം. പിന്നെ തെളിവ് നശിപ്പിക്കാനായി കൊലപാതകം. എന്തേലും ഹിൻസ് ഉണ്ടോ? നോ സർ, നത്തിങ്. പിന്നെ നമ്മുടെ അൻവറിൻ്റെ ആ കണ്ടെത്തൽ,
അത് ശരിയാണെങ്കിൽ മറ്റു 2 പെൺകുട്ടികൾ കൂടി ആപത്തിലാണ്. പക്ഷേ വാട്സപ്പിൽ വന്ന മെസ്സേജ് വെച്ച് ഒന്നും വിലയിരുത്താൻ പറ്റില്ലല്ലോ. സോ ആ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ അൻവറിനെ അയച്ചിട്ടുണ്ട് ഞാൻ. ഗുഡ്. ഇതിനൊക്കെയും പിന്നിൽ ഒരാളാണെങ്കിൽ അവനെ ഉടനെ പൂട്ടണം സാം. ആനന്ദ് മേനോന്റെ മറുപടി കേട്ട് പതിയെ ചെയറിലേക്ക് വന്നിരുന്നു സാം. സർ, എനിക്ക് സാറിൻ്റെ ഒരു ഹെൽപ്പ് വേണം. സിറ്റിയിൽ ഈ ഒരാഴ്ച കാലയളവിൽ ഇതേ മോഡലിൽ മറ്റെന്തെങ്കിലും കിഡ്നാപ്പിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ സ്റ്റേഷനിലും ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അതുപോലെ നൈറ്റ് പെട്രോളിംഗ് സ്ട്രോങ് ആക്കണം. ഷുവർ സാം, അത് ഞാൻ ഏറ്റു. താൻ എന്തായാലും മുന്നിലേക്ക് തന്നെ പോയിക്കോ. തനിക്കുള്ള ചീത്തപ്പേര് മാറ്റാൻ ഈ കേസിന് കഴിഞ്ഞാൽ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആകും. ഓൾ ദി ബെസ്റ്റ്. ആനന്ദ് മേനോന്റെ ആശംസയ്ക്ക് ഒരു താങ്ക്സും പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു സാം. സമയം രാത്രി 10 മണി കഴിയവേ കയ്യിൽ വലിയൊരു ഇരുമ്പ് കമ്പിയുമായി അയാൾ പതിയെ ആ ഇരുട്ടുമുറിയിലേക്ക് കയറി. ബേബി, യു ക്യാൻ സ്ലീപ്പ് നൗ. കുറച്ച് ദിവസമായില്ലേ ഒന്ന് ഉറങ്ങിയിട്ട്. ഇനി അങ്ങോട്ട് മനസ്സമാധാനമായി ഉറങ്ങിക്കോളൂ. നിന്നെ ഞാൻ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അയക്കാം. ഉറക്കെ ചിരിച്ചുകൊണ്ട് അയാൾ പതിയെ അവൾക്കരികിലായിരുന്നു. അവളുടെ നഗ്നമേനി അയാളെ കൂടുതൽ ഹരം കൊള്ളിച്ചു. ആൻമരിയ, ബേബി, വാട്ട് എ ബ്യൂട്ടി യു ആർ. പക്ഷേ ഒരിക്കലും ഉപയോഗിച്ചത് ആ നിമിഷം തന്നെ നശിപ്പിച്ച് കളയാറാ എൻ്റെ പതിവ്. അതിന് വേറെ ആരും ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല ബേബി. മുടിയിഴകളിൽ തലോടുമ്പോൾ ആൻമരിയ ഒന്ന് ഞെരുങ്ങി. മിഴികൾ പതിയെ പാടുപെട്ട് തുറക്കുമ്പോൾ കൺമുന്നിൽ അയാളെ കണ്ട് നടുങ്ങി അവൾ. പ്ലീസ്. എല്ലുന്നുറുങ്ങുന്ന വേദന കടിച്ചമർത്തി വിറയാർന്ന കൈകൾ അയാൾക്ക് നേരെ കൂപ്പിത്തൊഴുതു അവൾ. അത് കണ്ട് ഒരു ഭ്രാന്തനെ പോലെ അട്ടഹസിച്ചുകൊണ്ട് അയാൾ പതിയെ എഴുന്നേറ്റു. ക്ഷണനേരം കൊണ്ട് ആ മുഖത്തെ കൊലച്ചിരി മാഞ്ഞു. മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. കയ്യിൽ ഇരുമ്പുവടി അയാൾ വായുവിലേക്ക് ഉയർത്തുമ്പോൾ മരണഭയത്താൽ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു ആൻമരിയ. പക്ഷെ അപ്പോഴേക്കും തലയോട്ടി പിള്ളരുമാറ് ശക്തിയിൽ ആ വടി അവളുടെ മുഖത്ത് പതിച്ചു. അലറി വിളിച്ചുകൊണ്ടവൾ പിന്നിലേക്ക് പിടഞ്ഞു വീണു. മുഖത്തേക്ക് തെറിച്ചു വീണ ചുടുചോരയുടെ ഗന്ധം അയാളെ മത്തു പിടിപ്പിക്കവേ ആൻമരിയയുടെ ശരീരത്തിലെ അവസാന പിടച്ചിലും നിലച്ചു. അതിരാവിലെ തന്നെ നിർത്താതെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് നാൻസി ഉണർന്നത്. നോക്കുമ്പോൾ കോൾ വന്നത് സാമിന്റെ ഫോണിലേക്കായിരുന്നു. ഇച്ചായ, ദേ നോക്കൂ, ഒരു CI അൻവർ വിളിക്കുന്നു. പാതി ഉറക്കത്തിലായിരുന്ന സാമിന്റെ കാതുകളിൽ ആ വാക്കുകൾ പതിയവേ ഞെട്ടി ഉണർന്നു അവൻ. അൻവറോ? അവനെന്താ ഇത്ര നേരത്തെ? സംശയത്തോടെയാണ് സാം കോൾ ബട്ടൺ അമർത്തി ഫോൺ കാതോട് ചേർത്തത്. സർ, അടുത്ത കുട്ടിയുടെ ബോഡി കണ്ടെത്തി. ആറ്റിങ്ങൽ പൂവൻപാറ പാലത്തിനടുത്തായുള്ള മുളങ്കാട്ടിനുള്ളിൽ നിന്ന്. കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ട പാടെ അൻവർ വിളിച്ചു കൂവുമ്പോൾ ഒരു ഞെട്ടലോടെയാണ് സാം അത് ശ്രവിച്ചത്. ഓ ഗോഡ്, ഏതാ കുട്ടി? താൻ പറഞ്ഞ ആ ലിസ്റ്റിലുള്ള കുട്ടിയാണോ? അതെ സർ, ആൻമരിയ. വെമ്പായത്ത് നിന്നും കാണാതായ ആ പെൺകുട്ടി. ഷിറ്റ്, ഞാൻ ദേ വരുന്നു. താൻ സ്പോട്ടിൽ വെയിറ്റ് ചെയ്യേ. മീഡിയാസ്, പബ്ലിക് ആരെ അകത്തേക്ക് കയറ്റിവിടരുത്. ഫുൾ ബ്ലോക്ക് ചെയ്തേക്ക്. വെപ്രാളപ്പെട്ടവൻ ചാടി എഴുന്നേൽക്കുമ്പോഴേക്കും എന്താണ് കാര്യമെന്നറിയാതെ അന്താളിച്ചു പോയി നാൻസി. ഇച്ചായ, എന്നതാ കാര്യം? അവളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല സാം. പകരം ബെഡ്റൂമിലെ TV ഓണാക്കി ന്യൂസ് ചാനൽ ഇട്ടുകൊടുത്തു. മറുപടി അതിൽ ബ്രേക്കിംഗ് ന്യൂസായി കണ്ട് നടുങ്ങി നിന്നു പോയി നാൻസിയും. സാം സ്പോട്ടിലെത്തുമ്പോഴേക്കും മീഡിയക്കാർ അവനെ വളഞ്ഞു. നോക്കൂ, ഞാൻ ഇവിടേക്ക് വന്നതേയുള്ളൂ. ആദ്യം ബോഡി ഒന്ന് കണ്ട ശേഷം നിങ്ങളോട് സംസാരിക്കാം. അവർക്ക് മുഖം കൊടുക്കാതെ അവൻ നേരെ അൻവറിനരികിലെത്തി. അൻവർ, എവിടാണ്? താൻ നോക്കിയോ? ആ ചോദ്യം കേട്ട അൻവർ മുളങ്കാട്ടിലേക്ക് ഒരു നോട്ടം തിരിച്ചു. സാമിന്റെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അത്. ശേഷം പതിയെ തുടർന്നു അവൻ. സർ, സെയിം. ബോഡി ഫുൾ നേക്കഡ്. ചെറിയ രീതിയിലുള്ള ടോർച്ചറിങ്. പിന്നെ തലയിൽ എന്തോ വെച്ച് ആഞ്ഞടിച്ച് കൊല ചെയ്തു. തുടരെ അടിച്ചിട്ടുണ്ട്. മുഖമൊക്കെ ആകെ. അൻവർ പറഞ്ഞു നിർത്തുമ്പോൾ ബാക്കി കേൾക്കാനുള്ള ത്രാണി സാമിനുമില്ലായിരുന്നു. സാം പെറുപിറുത്തുകൊണ്ട് മുഷ്ടികൾ ചുരുട്ടി. അൻവർ, വാ, ഒന്ന് നോക്കാം. ഞാൻ വരണോ സർ? മനസ്സില്ലാ മനസ്സോടെ തന്നെ അൻവറും സാമിന്റെ പിന്നാലെ നടന്നു. നമ്മൾ പോലീസുകാരുടെ വിധിയാണ് അൻവർ ഇതൊക്കെ. മുന്നിലെ കാഴ്ച എത്ര ക്രൂരമായാലും നമ്മുടെ ജോലി ചെയ്തേ മതിയാകൂ. സാദിഖ് എവിടെയാണ്? സാദിഖ് സാർ ഇന്നു മുതൽ മെഡിക്കൽ ലീവിലാണ് സർ. ഒരു സർജറി. പുള്ളി നാട്ടിലേക്ക് പോയി. സംഭവം പറഞ്ഞ് വിളിച്ചിരുന്നു. പുള്ളിക്ക് എന്തോ ഒരു ചൊറിച്ചിലുണ്ട്. സാറ് പുള്ളിയെ വിളിക്കാതെ എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിൽ. അതൊക്കെ ഈ ജോലിയിൽ സഹജമാണ്. ലീവ് ഇറ്റ്. മറുപടി പറഞ്ഞുകൊണ്ട് സാം മുന്നിലേക്ക് നടന്നു. അവർ ബോഡി കിടന്ന സ്പോട്ടിലേക്ക് എത്തി. ഉള്ളിലൊരു പിടപ്പോടെയാണ് സാം ആ ബോഡി നോക്കിയത്. ഒറ്റ നോട്ടത്തിൽ ആ കുട്ടി അനുഭവിച്ച വേദന അവൻ്റെ ഉള്ളിൽ തൊട്ടു. അപ്പോഴേക്കും ഫോറൻസിക് ടീം അവനരികിലെത്തി. സർ, ഒരു ഫിംഗർ പ്രിന്റ് പോലുമില്ല. വെൽ പ്ലാൻഡ് മർഡർ. പിന്നെ ഒരു ബൂട്ട് പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. അത് കേട്ട ആകാംക്ഷയോടെ സാം നോക്കവേ നിരാശയായിരുന്നു ഫലം.
അത് പക്ഷേ അന്ന് സ്പോട്ടിൽ നിന്ന് കിട്ടിയ സ്പോർട്സ് ഷൂവിന്റെ സെയിം അല്ല സർ. അത് കേട്ട് നിരാശയിലൊന്ന് മൂളിക്കൊണ്ട് സാം അല്പസമയം ചിന്തയിലാണ്ടു. ശേഷം അൻവറിന് നേരെ തിരിഞ്ഞു. അൻവർ, പ്രൊസീജിയേഴ്സ് കഴിഞ്ഞെങ്കിൽ ബോഡി വേഗം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടേക്ക്. ആ ഡോക്ടർ, എന്തായാലും പേര്? സുദർശനോ? പുള്ളിയൊന്ന് കോണ്ടാക്ട് ചെയ്തേക്ക്. ഓക്കെ സർ. അനുസരണയോടെ അൻവർ മറുപടി പറയവേ പതിയെ തിരിഞ്ഞു നടന്നു സാം. ഇത്തവണ മീഡിയാസിനെ അവഗണിച്ചില്ല അവൻ. ഒരു വെൽ പ്ലാൻഡ് മർഡർ തന്നെയാണിതും. 2 ദിവസം മുന്നേ നടന്ന സെയിം പാറ്റേൺ. മേ ബി ഇത് രണ്ടും ചെയ്തേക്കുന്നതും ഒരാളാകാം. കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും അവനെ ഇനി അധിക നാൾ പുറത്ത് കറങ്ങാൻ വിടില്ല ഞങ്ങൾ. ഇപ്പോൾ അത്രമാത്രം പറയുന്നു. സാർ, അപ്പോൾ ഇതിനൊക്കെയും പിന്നിൽ ഒരു സീരിയൽ കില്ലർ ഉണ്ടെന്നാണോ സാറിന്റെ നിഗമനം? അന്വേഷണം ACP നിർമ്മൽ ദാസിന് താങ്കളെപ്പോഴാണ് കൈമാറുന്നത്? തുടരെ തുടരെ ചോദ്യങ്ങളുമായി മീഡിയാസ് പിന്നാലെ കൂടിയെങ്കിലും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി തന്റെ വണ്ടിയിലേക്ക് കയറി സാം. അപ്പോഴേക്കും മറ്റു പോലീസുകാർ എത്തി മീഡിയാസിനെ അവനിൽ നിന്നും അകറ്റിയിരുന്നു. അല്പസമയം കഴിഞ്ഞ് അൻവറും ആ വണ്ടിയിലേക്ക് വന്നു കയറി. സാർ, ഇനിയെന്താ? അൻവർ സംശയത്തോടെ നോക്കുമ്പോൾ മൗനമായി തന്നെയിരുന്നു സാം. ശേഷം പതിയെ അവനെ നോക്കി. അൻവർ, ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് താൻ നോക്കിയതല്ലേ? എന്തെങ്കിലും കിട്ടിയോ സംശയിക്കത്തക്കതായിട്ട്? അങ്ങനെ ചോദിച്ചാൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല സർ. ഈ കുട്ടിക്ക് ഒരു പ്രേമമുണ്ടായിരുന്നു, ഒരു ബസ് ജീവനക്കാരൻ ചെക്കൻ. അത് വീട്ടിലൊക്കെ അറിഞ്ഞ ഇഷ്യൂസൊക്കെയായി ഒടുക്കം ഈ പെൺകൊച്ച് വേണ്ടാന്ന് വെച്ചു അവനെ. ഇപ്പോൾ ശത്രുവായിട്ടാണെങ്കിൽ അവൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കൊലയ്ക്കുള്ളതൊന്നും ഇല്ലാതെ. മാത്രമല്ല ഇവിടെ ഇപ്പോൾ 2 കൊലപാതകങ്ങളും ഒരുപോലെയല്ലേ നടക്കുന്നേ? മറുപടി കേട്ട് വീണ്ടും അല്പസമയം നിശബ്ദനായി സാം. ശേഷം തുടർന്നു. ഒരു സിഗരറ്റ് കുറ്റി, പിന്നെ 2 വ്യത്യസ്ത ബൂട്ട് പ്രിന്റ്സ്. ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയ തെളിവുകൾ. സത്യം പറഞ്ഞാൽ ഇരുട്ടിൽ തന്നെ തപ്പണം. പക്ഷേ ഇനിയും വൈകിക്കൂടാ. കാരണം ഇനിയുള്ള കുട്ടിയെങ്കിലും നമുക്ക് രക്ഷിക്കണം. ആ വാക്കുകൾ കേട്ട് പല്ലിറുമിയ അൻവർ. ആ മോനെ എൻ്റെ കൈ കിട്ടിയ കോടതിയിൽ നടത്തിക്കൊണ്ടു പോകില്ല, ഇടിച്ചവൻ്റെ നട്ടല് കലക്കും. കൊന്നേക്കാൻ അൻവർ, അതല്ലേ നല്ലത്. ചുമ്മാ സർക്കാർ ചെലവിൽ തിന്ന് കൊഴുക്കാൻ വിടണ്ടല്ലോ. ആ വാക്കുകൾ കേട്ട് സത്യത്തിൽ അൻവർ ഒന്ന് നടുങ്ങിയിരുന്നു. പക്ഷേ പതിയെ അവനും മനസ്സിലോർത്തു, അതുതന്നെയാ വേണ്ടത്. സാമിന്റെ ഫോണിലേക്ക് അപ്പോൾ കമ്മീഷണർ ആനന്ദ് മേനോന്റെ കോൾ വന്നു. കോൾ എടുത്ത് സംസാരിച്ച ശേഷം ഫോൺ പതിയെ പോക്കറ്റിലേക്കിട്ട് വീണ്ടും അൻവറിന് നേരെ തിരിഞ്ഞു അവൻ. അൻവർ, ഞാൻ കമ്മീഷൻ ഓഫീസ് വരെ പോയി വരാം. എന്തായാലും ആ കാമുകൻ ചെക്കനെ വിടണ്ട. ആദ്യ കൊലയുടെ പാറ്റേൺ മീഡിയാസ് പുറത്തുവിട്ടിരുന്നല്ലോ. വേണേ അങ്ങനെയൊന്ന് ക്രിയേറ്റ് ചെയ്താകാം. സമയം പോലെ താനൊന്ന് പോയി കണ്ടേക്കവനെ. ഓക്കെ സർ, അത് ഞാൻ നോക്കിക്കോളാം. മറുപടി പറഞ്ഞ ശേഷം ഡോറ് തുറന്ന് അൻവർ പുറത്തേക്ക് ഇറങ്ങി. സാമിന്റെ കാർ പതിയെ അവിടെ നിന്നും നീങ്ങി കമ്മീഷണർ ഓഫീസ് ലക്ഷ്യമാക്കി. സാം, ഇതിപ്പോ തുടരെ തുടരെ 2 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. 2ഉം പെൺകുട്ടികൾ. എന്നിട്ടും പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുവാണോ? മീഡിയാസ് ആണെങ്കിൽ 2 ദിവസമായി പോലീസിന്റെ നെഞ്ചത്താണ്. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ബാക്ക്ഗ്രൗണ്ട് അത്രത്തോളം ക്ലിയർ ആണല്ലോ. എന്തായി തന്റെ ഇൻവെസ്റ്റിഗേഷൻ? എനി ഇംപ്രൂവ്മെന്റ്സ്? ആനന്ദ് മേനോന്റെ ആ ചോദ്യം കേട്ട് അല്പസമയം അയാളെ നോക്കി തന്നെ നിന്നു സാം. ആ നോട്ടത്തിൽ വല്ലാത്തൊരു അമർഷം ഒളിഞ്ഞിരുന്നു. സർ, ആദ്യം ഒരു കാര്യം എനിക്ക് പറഞ്ഞതാ. ഈ കേസ് ആരാണ് അന്വേഷിക്കേണ്ടത്? അതിൽ വ്യക്തമായൊരു തീരുമാനം സാർ ആദ്യം പറയണം. ഇന്നും മീഡിയ എന്നോട് ചോദിച്ചത് അന്വേഷണം എപ്പോൾ മറ്റേ ക്നാപ്പിന് കൈമാറുമെന്നാണ്. ഞാനെന്നതാ ഡമ്മിയാണോ സർ? സോ ഐ നീഡ് ക്ലാരിറ്റി അബൌട്ട് ദിസ് ഇഷ്യൂ. അന്വേഷണം എന്നിൽ നിന്നും മാറ്റുമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വച്ചൊഴിഞ്ഞേക്കാം ഞാൻ. ആ അമർഷം അവൻ്റെ വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നു. താൻ എന്നോട് ചൂടായിട്ട് കാര്യമൊന്നുമില്ല. കൈക്കൂലി വാങ്ങി പബ്ലിക്കിന്റെ മുന്നിൽ ചീത്തപ്പേരുണ്ടാക്കിയത് താൻ തന്നെയല്ലേ? അതിന്റെ ഫലമല്ലേ ഈ കുത്തുവാക്കുകൾ? ആനന്ദ് മേനോനും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പതി എഴുന്നേറ്റ് അയാൾ സാമിനരികിലേക്ക് ചെന്നു. എടോ, ഒരു കാര്യം പറയാം. ഈ കേസിൽ തന്റെ അന്വേഷണം ആത്മാർത്ഥമാണെങ്കിൽ വേറെ ആരും കൈകടത്തില്ല. അത് ഞാൻ ഉറപ്പു തരാം. അതിനെ ആരുടെ കാല് പിടിച്ചിട്ടാണേലും. ആ വാക്കുകൾ സാമിന്റെ മുഖം വിടർത്തി. ഓക്കെ സർ, സാറിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എന്നിലും സാറിനെ വിശ്വസിക്കാം. ഈ കേസിൽ ഉഴപ്പില്ല ഞാൻ. ആ ഉറച്ച വാക്കുകൾ കേട്ട് സംതൃപ്തിയോടെ സാമിന്റെ ചുവരിൽ ഒന്ന് തട്ടി ആനന്ദ് മേനോൻ ശേഷം തുടർന്നു. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് DGP ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള കേസിന്റെ അന്വേഷണ വിവരങ്ങൾ അറിയാൻ താൻ കൃത്യസമയത്ത് എത്തിയേക്കണം. ഷുവർ സർ, ഞാനെത്തും. ആ മറുപടിക്കപ്പുറം അല്പസമയം കൂടി നീണ്ട സംഭാഷണങ്ങൾക്കൊടുവിൽ സാം കമ്മീഷണർ ഓഫീസിന് പുറത്തേക്കിറങ്ങി. അപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. ഫോൺ കയ്യിലേക്കെടുത്ത് അവൻ അൻവറിന്റെ നമ്പറിൽ കോൾ ചെയ്തു. അൻവർ, എന്തായി? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു?
ഉവ് സർ, ഡോക്ടർ സുദർശൻ വൈകുന്നേരം 4 മണിക്ക് ശേഷം ഫ്രീ ആണ്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒന്നിരിക്കാം. ഗുഡ്, അപ്പോൾ 4 മണി, ഓക്കെ. കോള് കട്ട് ചെയ്ത് അവൻ കാറിലേക്ക് കയറി. പതിയെ ആ കാർ റോഡിലേക്കും. കൃത്യം 4 മണിക്ക് തന്നെ സാം ഹോസ്പിറ്റലിലെത്തുമ്പോൾ അവനായി അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഡോക്ടർ സുദർശനും അൻവറും. കാറിൽ നിന്നിറങ്ങി വരുന്ന സാമിനെ കാണുകെ ചുണ്ടിലിരുന്ന സിഗരറ്റ് കുറ്റി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അരികിലേക്ക് ചെന്നു സുദർശൻ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ചെറു പുഞ്ചിരിയോടെ അവനെ വരവേൽക്കുമ്പോൾ സുദർശന്റെ വായിൽ നിന്നും അവസാനം പുക പുറത്തേക്ക് പടർന്നു. ഡോക്ടർ വലിച്ചു തള്ളുവാണല്ലോ. വല്ലാത്തൊരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട് മുഖത്ത്. എനി കോംപ്ലിക്കേഷൻ? എന്തേ, കോംപ്ലിക്കേറ്റഡായി എന്തേലും ഉണ്ടോ? എനി ഹിൻസ്? ആ ചോദ്യം അയാൾ പ്രതീക്ഷിച്ചിരുന്നു. അതെ സർ, ടെൻഷനുണ്ട്. കാരണം എൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ ഇത്തരമൊരു കുഴപ്പം പിടിച്ച കേസ് കണ്ടിട്ടില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. നത്തിങ് സ്പെഷ്യൽ സർ. കഴിഞ്ഞ കൊലപാതകത്തിൻ്റെ സെയിം. ഇന്നലെ രാത്രി ഒരു 10-നും 10:30-ക്കും മധ്യയാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. ചെറിയ രീതിയിൽ ടോർച്ചറിങ്, പിന്നെ തലയോട്ടി അടിച്ചു പൊളിച്ച് കൊലപാതകം. എല്ലാം സെയിം. ബട്ട് ഇവിടെ ഒരു കാര്യം മാത്രം വ്യത്യാസം. ഇത്തവണ ലൈംഗിക ചൂഷണം നടന്നിട്ടില്ല. ആ മറുപടി സാമിനെയും ഒരു നിമിഷം ആശങ്കയിലാക്കി. ഡോക്ടർ, അപ്പോൾ ഈ 2 കൊലപാതകങ്ങളും ചെയ്തേക്കുന്നത് ഒരാളല്ലേ? ആദ്യത്തെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നിങ്ങൾ തന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് ഇരകളോടുള്ള സെക്ഷൽ അട്രാക്ഷനാണ് കൊലപാതക കാരണം. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി സുദർശന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. സർ, ഞാനും ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഈ ഒരു വസ്തുത ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഒരുപോലെ. 2 കൊലപാതകങ്ങളും ഒരാളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഉറപ്പായും സെക്ഷൽ ഹറാസ്മെന്റ് നടന്നിരിക്കണം. പക്ഷേ ഇവിടെ ഇനി മറ്റാരെങ്കിലും സെയിം പാറ്റേൺ ഉപയോഗിച്ച് ഇടയ്ക്ക് കയറി കളിച്ചിട്ടുണ്ടോ എന്നതും വ്യക്തമല്ല. ഡോക്ടറുടെ വാക്കുകൾ സാമിനെ കൂടുതൽ കുഴപ്പിച്ചു. അൻവറും ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. അതിനും സാധ്യതകളില്ലാതില്ല. ആദ്യ കൊലപാതകത്തിന്റെ വിവരങ്ങൾ ഓൾറെഡി മീഡിയാസ് പുറത്തുവിട്ടിരുന്നതല്ലേ? ഏറെ അസ്വസ്ഥനായി സാം തിരിയുമ്പോൾ അൻവറിന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയായിരുന്നു. സാർ, അങ്ങനെയെങ്കിൽ 3ാമത്തെ പെൺകുട്ടി? അവളെ കിഡ്നാപ്പ് ചെയ്തതും ആരെന്നുള്ളതിൽ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതില്ലേ? അതുകൂടി കേൾക്കെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി സാം. അൻവർ, നമുക്ക് ഈ 3 കുട്ടികളും മിസ്സായ സ്ഥലങ്ങളിൽ പോകണം. നാളെ രാവിലെ തന്നെ. നമുക്കായി എന്തെങ്കിലും ഒരു തെളിവ് അവിടെ ഉണ്ടാകാതിരിക്കില്ല. ഒരു CCTV ഫുട്ടേജെങ്കിലും കിട്ടാതിരിക്കില്ല എവിടെ നിന്നേലും. പിന്നെ ആ കാമുകൻ ചെക്കനെ നല്ലപോലെ ഒന്ന് കണ്ടേക്ക്. സാം എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നത് ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. ഷുവർ സർ, ഞാൻ രാവിലെ തന്നെ എത്താം. അൻവറുടെ മറുപടിക്ക് പിന്നാലെ സുദർശന് നേരെ തിരിഞ്ഞു സാം. ഡോക്ടർ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് തന്നെ കിട്ടുമോ? സാർ, അത് ഇന്നിപ്പോൾ ഞാൻ അല്പം തിരക്കിലാണ്. ഇവിടെ അടുത്തൊരു ഓഫനേജിൽ ഒന്ന് പോകണം. ഒരു മീറ്റിംഗ് ഉണ്ട്. അതിനായി ഇറങ്ങിയതാണ് ഞാൻ. റിപ്പോർട്ട് നാളെ രാവിലെ തന്നെ എത്തിക്കാം. ഭവ്യതയോടെയുള്ള ആ മറുപടി കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു സാം. ഗുഡ്. ഡോക്ടർ ചാരിറ്റിയൊക്കെ ചെയ്യാറുണ്ടല്ലേ? ഇടയ്ക്ക് 1-2 വീഡിയോസ് കണ്ടിരുന്നു. നന്നായി. അപ്പോൾ റിപ്പോർട്ട് നാളെ അയച്ചാൽ മതി. ഡോക്ടറുടെ കാര്യങ്ങൾ നടക്കട്ടെ. താങ്ക് യു സർ. പുഞ്ചിരിയോടെയാണ് സുദർശൻ അവിടെ നിന്നും യാത്രയായത്. സർ, ഇതിപ്പോൾ കൂടുതൽ കുഴപ്പിക്കുകയാണല്ലോ നമ്മളെ. അൻവറിന്റെ ആശങ്ക അപ്പോഴും വിട്ടൊഴിഞ്ഞിരുന്നില്ല. നമുക്ക് നോക്കാൻ വാ. നാളെ DGP മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. അതിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവ് കിട്ടണം. താൻ വാ. ആദ്യം ബോഡി കിടന്ന ഭാഗത്തുനിന്ന് കിട്ടിയ ആ ഫൂട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. സാം തിരികെ വണ്ടിയിലേക്ക് കയറുമ്പോൾ കൂടെ ചെന്നു കയറി അൻവറും. അവർ ഓഫീസിലെത്തുമ്പോഴേക്കും അൻവറിന്റെ ഫോണിൽ ഡോക്ടർ സുദർശന്റെ കോൾ വന്നു. സംശയത്തോടെ അവൻ കോൾ ബട്ടൺ അമർത്തി ഫോൺ സ്പീക്കർ മോഡിലിട്ടു. പറയൂ ഡോക്ടർ. സാർ, ഇവിടെ ഒരു ചെറിയ പ്രശ്നം. ഞാനിവിടെ ഓഫനേജിലെത്തുമ്പോൾ ഗേറ്റിനരികിൽ ഒരാളെ കണ്ടു. അയാൾ ഓഫനേജിനുള്ളിലേക്ക് നോക്കി നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. സംശയം തോന്നി ഞാൻ വണ്ടി നിർത്തിയിറങ്ങി ചെന്നപ്പോഴേക്കും എന്നെ കണ്ടിട്ട് അയാൾ ഓടിക്കളഞ്ഞു. ഈ ഭാഗത്ത് അയാളെ ആദ്യമായി കാണുകയാണ്. വല്ലാത്തൊരു വെപ്രാളം നടന്നിരുന്നു സുദർശന്റെ വാക്കുകളിൽ. അത് ചിലപ്പോൾ ആരെങ്കിലും ഓഫനേജ് ബോർഡ് കണ്ടോ മറ്റോ നിന്നതാകും ഡോക്ടർ. അൻവറിന്റെ വാക്കുകൾ കേട്ട് അയാൾ കൂടുതൽ പരിഭ്രാന്തനായി. സാർ, ഇവിടെ ഓഫനേജിൽ പെൺകുട്ടികളുണ്ട് സാർ. ഇപ്പോൾ നടന്ന 2 പെൺകുട്ടികളുടെ മർഡറും ഒപ്പം ഇതുപോലെ അപരിചിതനായ അയാളുടെ പ്രസൻസും ഒക്കെ കൂടി ആയപ്പോൾ എനിക്കെന്തോ ഒരു പേടി. ആ വാക്കുകൾ അൻവറിലും ഒരു നടുക്കം സൃഷ്ടിച്ചു. ഏയ്, ടെൻഷൻ ആകണ്ട ഡോക്ടർ, ഞങ്ങളുടനെ വരാം. മറുപടി പറഞ്ഞുകൊണ്ട് അൻവർ സാമിനെ ഒന്ന് നോക്കി. അയാളെ കണ്ടിട്ട് എനിക്കെന്തോ പന്തികേട് തോന്നുന്നു സാർ. എന്തോ ലക്ഷ്യം വെച്ചാണ് അയാൾ ആളൊഴിഞ്ഞ ഭാഗത്തുള്ള ഈ ഓഫനേജിലേക്ക് വന്നിട്ടുള്ളത്. ഇനി അയാളായിരിക്കുമോ സാർ നമ്മുടെ ഈ മർഡർ കേസുകളിലെ ആ അദൃശ്യ കുറ്റവാളി?
അടുത്തിരിക്കായി അയാൾ ഇറങ്ങിയതാണെങ്കിലോ? സുദർശന്റെ അടുത്ത വാക്കുകൾ കേട്ട് സാമിന്റെയും അൻവറിന്റെയും മുഖങ്ങളിൽ ഒരുപോലെ നടുക്കം തെളിഞ്ഞു. ഹലോ ഹലോ ഡോക്ടർ, ഞാൻ സാം. നിങ്ങൾ ആളുടെ ഫേസ് കണ്ടിരുന്നു? അതുവരെ നിശബ്ദനായിരുന്ന സാം പതിയെ കയ്യിലേക്ക് വാങ്ങി സംസാരിച്ചു. ഉവ്വ് സാറേ, അത്ര വ്യക്തമായില്ലെങ്കിലും കണ്ടിരുന്നു ഞാൻ. ആ മറുപടി കൂടി കേൾക്കെ അവന്റെ ആവേശം ഇരട്ടിയായി. ഡോക്ടർ, ആ ലൊക്കേഷൻ ഒന്ന് അൻവറിനയക്ക്, ഞങ്ങളുടനെ അവിടെ എത്താം. കോള് കട്ടാകുമ്പോൾ എന്തെന്നില്ലാത്ത ഉന്മേഷമായിരുന്നു അൻവറിന്റെയും സാമിന്റെയും മുഖത്ത് കണ്ടത്. അൻവറും ഏറെ ആവേശഭരിതനായിരുന്നു. അൻവർ, വാടോ, നമുക്കൊന്ന് ഇറങ്ങി തപ്പാം. അവൻ അടുത്ത ഏരിയയെ തപ്പിയിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനിട്ടൊരു കെണിയൊരുക്കാം നമുക്ക്. കാറിന്റെ ചവിയും എടുത്ത് സാം പുറത്തേക്ക് കുതിച്ചു. പിന്നാലെ അൻവറും. സാമിന്റെ കാർ ചീറിപ്പാഞ്ഞെത്തി ഓഫനേജ് ഗേറ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ അത് കണ്ടിട്ട് സുദർശൻ അകത്തു നിന്നും ഗേറ്റിനരികിലേക്ക് ഓടി. കാറിൽ നിന്നിറങ്ങിയ പാടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു സാം. അല്പം വിജനമായിരുന്നു ആ പ്രദേശം. റോഡിലെ എൽ ഷേപ്പ് വളവിൽ ചേർന്ന് ചുറ്റുമതിലോടെ തികച്ചും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ബിൽഡിംഗാണ് ആ ഓഫനേജ്. നേരെ എതിർവശം വിജനമായ വലിയൊരു പുരയിടം. സമീപത്ത് റോഡിലെ കടകളോ ഒന്നും തന്നെയില്ല. ആകെയുള്ളത് മുന്നിലായി ഒരു ബസ് സ്റ്റോപ്പ്, അതും വിജനമാണ്. ഇത് വല്ലാത്തൊരു ഏരിയ ആണല്ലോ സാറേ. ഇവിടെ വന്നൊരു കൊച്ചിനെ തൂക്കിയാലും ആരും അറിയാൻ പോണില്ല. അൻവർ അഭിപ്രായപ്പെടുമ്പോൾ ഒന്നും മൂളി പതിയെ ഓഫനേജിന് നേരെ തിരിഞ്ഞു സാം. അപ്പോഴേക്കും സുദർശൻ അവർക്കരികിലെത്തിയിരുന്നു. എന്താ സുദർശൻ, എന്താ ഉണ്ടായത്? ഏറെ ആകാംക്ഷയോടെയാണ് സാം ചോദിച്ചത്. സാർ, ഞാനെത്തുമ്പോൾ അവന്റെ ഈ ഗേറ്റിന് മുന്നിലായാണ് നിന്നിരുന്നത്. ദൂരെ നിന്നേ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നിയത് കൊണ്ടാണ് അവന് മുന്നിൽ കാർ നിർത്തി ഞാൻ ഇറങ്ങിയത്. എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും വ്യക്തതയില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞ് പതിയെ തട്ടിതപ്പാൻ നോക്കി. ഞാൻ പിന്നാലെ ചെന്നതാ. അപ്പോഴേക്കും ഇതുവഴിയുള്ള റൂട്ട് ബസ് വന്നു. ഈ സ്റ്റോപ്പിൽ നിന്നു. ആ അവസരം നോക്കി അതിനിടയിലൂടെ അവൻ നേരെ എതിർവശം കാണുന്ന പുരയിടം വഴി ഓടി. രക്ഷപ്പെട്ടു കളഞ്ഞു സർ. എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. 100% ഉറപ്പാണ് ഇത് അവനാണ് സാറേ. അടുത്തതായി ഓഫനേജിലേതോ കുട്ടിയാണ് അവൻ നോട്ടമിട്ടിട്ടുള്ളത്. അയാളുടെ വെപ്രാളം കണ്ട് പതിയെ ചുമലിൽ തട്ടി സാം. ഡോക്ടർ, നിങ്ങളിങ്ങനെ ടെൻഷനാകാതെ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഈ ഓഫനേജിലെ ഒരു കുട്ടിയെ അവൻ കൊണ്ടുപോയില്ല. ഇവിടെ തന്നല്ല, എവിടുന്ന് ഒരു കുട്ടിയെ അവൻ ദ്രോഹിക്കില്ല. അത് ഞാൻ ഉറപ്പു തരുന്നു. ആ ഉറച്ച വാക്കുകൾക്ക് മുന്നിൽ അടങ്ങുന്നതായിരുന്നില്ല സുദർശന്റെ ഭീതി. എന്നാൽ സാർ, എന്തോ ഒരു പേടി. അനാഥരായ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇവിടെ. എൻ്റെ മക്കളെ പോലെ ഞാൻ കാണുന്ന കുട്ടികളാ. അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ഇപ്പോഴേ അവരൊക്കെ ആകെ ഭയന്നിരിപ്പാണ്. ഈ പ്രദേശം സാറ് കണ്ടില്ലേ, എന്തേലും പറ്റിയാൽ പെട്ടെന്ന് ഓടിവരാൻ പോലും. വാക്കുകൾ മുഴുവിപ്പിച്ചില്ല അയാൾ. ആ സമയം ചുറ്റുമൊന്ന് നിരീക്ഷിച്ച അൻവറിന്റെ നോട്ടം ഗേറ്റിന് മുകളിൽ വെച്ചിരുന്ന CCTV ക്യാമറയിൽ പതിഞ്ഞു. ഡോക്ടർ, നിങ്ങളിങ്ങനെ പാനിക്കാകാതെ, ആളെ നമുക്കതിനു മുന്നേ പൂട്ടാം. ദേ, ഈ ക്യാമറ വിഷ്വൽസ് റെക്കോർഡ് ആകുന്നില്ലേ? അതിൽ നോക്കിയാൽ ആളെ തിരിച്ചറിയാൻ പറ്റുമല്ലേ? വേഗം അത് ചെയ്യാം നമുക്ക്. സർ, ആ ക്യാമറകൾ വർക്കിംഗ് അല്ല. ഒരാഴ്ചയിലേറെയായി. ശരിയാക്കാൻ ആളെ വിളിച്ചിട്ട് ഇതുവരെ വന്നിട്ടുമില്ല. അകത്തെ ബിൽഡിങ്ങിലുള്ള ക്യാമറകൾ ഗേറ്റിനരികത്തേക്ക് വ്യൂ കിട്ടില്ല. ഓ ഷിറ്റ്. ആളെ തിരിച്ചറിയാനുള്ള നല്ലൊരു അവസരം നഷ്ടമായ നിരാശയിൽ കാറിന്റെ ബോണറ്റിൽ ആഞ്ഞടിച്ചു സാം. അൻവറിന്റെ മുഖത്തും നിരാശ പടർന്നു. ഡോക്ടർ, അവൻ വന്ന വണ്ടിയോ മറ്റോ കണ്ടതായി ഓർക്കുന്നുണ്ടോ? സാമിന്റെ ആ ചോദ്യത്തിനും നിരാശപ്പെടുത്തുന്ന മറുപടിയായിരുന്നു ഡോക്ടർക്ക് നൽകാനുണ്ടായിരുന്നത്. അല്പസമയം നിശബ്ദനായ സാം സുദർശനരികിലേക്ക് ചെന്നു. അവൻ കാണാനെങ്ങനെ? നല്ലോണം കറുത്തിട്ടാണ് സർ. കണ്ടിട്ട് ഒരു തമിഴനാണോന്ന് സംശയമുണ്ട്. 6 അടിയോളം ഉയരം, ഒത്ത ശരീരം. സുദർശൻ ആ രൂപം മനസ്സിൽ ഓർത്തെടുത്തു. ഓക്കെ ഡോക്ടർ, നിങ്ങൾ കൂടുതൽ ടെൻഷനാകണ്ട. ഇന്നു മുതൽ 2 പോലീസുകാർ മഫ്തിയിൽ ഇവിടെ ഡ്യൂട്ടിക്കുണ്ടാവും. ഇവിടെ ആർക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ആ വാക്കുകളിൽ ആശ്വാസം തോന്നി സുദർശന്. ആ സമയം സാം അൻവറിന് നേരെ തിരിഞ്ഞു. അൻവർ, നമുക്കൊന്ന് ചുറ്റാം. ഈ പരിസരത്ത് എവിടെയെങ്കിലും CCTV ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ എന്തെങ്കിലും ഒന്നും തടയാതിരിക്കില്ല. ഒരു പ്രതീക്ഷ അൻവറിന്റെ മുഖത്തും വിടർന്നു. രണ്ടാളും തിരികെ കാറിലേക്ക് കയറുമ്പോൾ അക്ഷമനായി നോക്കി നിന്നു സുദർശൻ. ഡോക്ടർ, നിങ്ങളിങ്ങനെ ടെൻഷനാകണ്ട, ഞങ്ങളുണ്ടൊപ്പം. പിന്നെ ഇനി ഡോക്ടർ ഞങ്ങൾക്കൊപ്പം അല്പമൊന്നും ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ആളെ നേരിൽ കണ്ടിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്. സോ ഒരു സ്കെച്ച് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് കിട്ടിയാൽ നമുക്ക് പണി എളുപ്പമാകുമല്ലോ. കാറിലേക്ക് കയറിയ ശേഷം സാം വിളിച്ചു പറയുമ്പോൾ ഓടി അരികിലേക്ക് ചെന്നു സുദർശൻ. സാരില്ല സർ, നിങ്ങൾക്കൊപ്പം ചേരാൻ സന്തോഷമേ ഉള്ളൂ. അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല. എങ്ങനെയും അവനെ പൂട്ടണം. ആ ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ എൻ്റെ ഉള്ളം പിടഞ്ഞതാണ്. ഇനിയൊരു കുട്ടിയും അവൻ ഉപദ്രവിക്കരുത്. ഓക്കെ സുദർശൻ, ഞങ്ങളൊന്ന് കറങ്ങട്ടെ. എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. ഒരു ചെറു പുഞ്ചിരിയോടെയാണ് അവിടെ നിന്നും തിരിച്ചതെങ്കിലും
സാമിന്റെ മുഖത്ത് ടെൻഷൻ പ്രകടമായിരുന്നു. അൻവർ, അടുത്തെവിടെയെങ്കിലും ക്യാമറാസ് കാണുന്നുണ്ടോ എന്ന് നോക്കിക്കോ. അതുപോലെ 2 പോലീസുകാരെ ഇവിടേക്ക് വിടാനും മറക്കണ്ട. ഓക്കെ സർ. മറുപടി നൽകുമ്പോഴും അൻവർ ചുറ്റും തിരയുകയായിരുന്നു. ആ തിരച്ചിൽ നിന്നത് ഓഫനേജിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുന്നിലായിരുന്നു. വണ്ടി സൈഡാക്കി ഇറങ്ങി റോഡിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുള്ള ക്യാമറയ്ക്ക് മുന്നിൽ നോക്കി നിന്നു സാം. അപ്പോഴേക്കും അത് കണ്ട് അല്പം പരിങ്ങലോടെ ടെക്സ്റ്റൈൽ ഉടമ പുറത്തേക്ക് വന്നു. എന്താ സാർ ഇവിടെ? എന്തേലും വാങ്ങാനാണോ? ഞങ്ങൾക്ക് ഈ ക്യാമറ വിഷ്വൽസ് ഒന്ന് ചെക്ക് ചെയ്യണം ഇപ്പോൾ തന്നെ. എന്തിനാണെന്ന് മനസ്സിലായില്ലെങ്കിലും മറുതൊന്നും പറയാതെ അവരെ നേരെ മോണിറ്ററിന് മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അയാൾ വിഷ്വൽസ് ചെക്ക് ചെയ്തപ്പോഴും നിരാശ മാത്രമായിരുന്നു ഫലം. ഡോക്ടർ പറഞ്ഞ ആ റൂട്ട് ബസ്സും 1-2 ലേഡീസ് സ്കൂട്ടറുമല്ലാതെ മറ്റൊരു വാഹനവും ആ സമയത്ത് ആ റോഡിലൂടെ കടന്നുപോയില്ല. ഇതെന്താണ് സർ? ഒരു തെളിവ് പോലും തരാണ്ട് അയാൾ കളിക്കുവാണല്ലോ. ഏറെ നിരാശനായിരുന്നു അൻവർ. ആ സമയം മോണിറ്ററിലേക്ക് നോക്കിയിരുന്ന് എന്തോ ഓർത്ത് അല്പസമയം നിശബ്ദനായി സാം. ശേഷം പതിയെ അൻവറിന് നേരെ തിരിഞ്ഞു. കളിക്കട്ടെടോ അൻവറെ, അവൻ നല്ലോണം കളിക്കട്ടെ. എത്ര വൃത്തിക്ക് കളിച്ചാലും എവിടെയെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ഒന്ന് തെറ്റും. ആർക്കായാലും അവിടെ പിടിച്ച് കയറാം നമുക്ക്. ആത്മവിശ്വാസത്തോടെ തന്നെ ഷോപ്പിന് വെളിയിലേക്ക് ഇറങ്ങി സാം. സാറ് ആ ബസ് ജീവനക്കാരെ ഒന്ന് കാണണ്ടേ? ഡോക്ടർ പറഞ്ഞ പ്രകാരം ആ ബസ് വന്നപ്പോഴല്ലേ അയാൾ ഓടി മാറിയത്. സോ അതിലെങ്ങാനും കയറിയാണ് അയാൾ പോയതെങ്കിലോ? സംശയത്തോടെ അൻവർ പിന്നാലെ ചെല്ലുമ്പോൾ ഒന്ന് നിന്നു സാം. ഇല്ലടോ, അതിന് വഴിയില്ല. ഇത്രയും പ്ലാൻഡായ കാര്യങ്ങൾ ചെയ്യുന്ന അയാൾ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല. ഡോക്ടർ എന്തായാലും ആ ബസ്സിന്റെ കാര്യം നമ്മളോട് പറയുമെന്നത് അയാൾ ഊഹിക്കും. എന്നാലും വിട്ടേക്കണ്ട, ഒന്ന് കണ്ടേക്കവരെ. അത് അത്യാവശ്യമാണ്. ഓക്കെ സർ. മറുപടി കേട്ട് പതിയെ കാറിലേക്ക് കയറി സാം. പിന്നാലെ തന്നെ അൻവറും. അൻവർ, നാളെ രാവിലെ തന്നെ നമുക്ക് ഇറങ്ങാം. 3 പെൺകുട്ടികളെ മിസ്സായ ഭാഗത്ത് ഒന്ന് തപ്പണം. എന്തേലും ഒന്നും കിട്ടാതിരിക്കില്ല. ഉച്ചകഴിഞ്ഞുള്ള മീറ്റിങ്ങിൽ വെറും കൈയോടെ പോകേണ്ടി വരരുത്. അതുപോലെ ഈ സുദർശനെ ഇനിയൊന്ന് കെയർ ചെയ്യണം. ആളെ കണ്ട സ്ഥിതിക്ക് അങ്ങേർക്കൊരു പണി വരാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിക്കാം സാർ. എന്തായാലും വെറും കൈയോടെ മീറ്റിങ്ങിന് പോകേണ്ടി വരില്ല. എന്തേലും കിട്ടും നമുക്ക്, അതുറപ്പ്. ആത്മവിശ്വാസത്തോടെ അൻവർ മറുപടി പറയുമ്പോൾ പതിയെ കാർ സ്റ്റാർട്ട് ചെയ്തു സാം. നിമിഷങ്ങൾക്കകം അവരുടെ കാർ അവിടെ നിന്നും മായുമ്പോൾ ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നു ആ ടെക്സ്റ്റൈൽസ് ഉടമ. അന്നത്തെ രാവും പതിയെ അസ്തമിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ പ്ലാൻ ചെയ്ത പോലെ 3 കുട്ടികളും കിഡ്നാപ്പ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ അൻവറിനൊപ്പം സന്ദർശിച്ചു സാം. രമയും ആൻമരിയും കിഡ്നാപ്പ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും ഒന്നും തന്നെ പ്രത്യേകിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർക്ക്. അപരിചിതരായവരെയോ വണ്ടിയോ ഒന്നും തന്നെ. ശേഷം നേരെ പോയത് ആൻമരിയയുടെ കാമുകനായ ആ ബസ് ജീവനക്കാരെ കാണാനായിരുന്നു. അവനിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല എന്ന് വ്യക്തമായതോടെ നിരാശയിൽ മടങ്ങിയവർ. എന്നാൽ ആ യാത്ര വെറുതെയായില്ല. 1ാമത്തെ പെൺകുട്ടി ധന്യ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ വളരെ സുപ്രധാനമായ ഒരു തെളിവ് ലഭിച്ചു. കേസിന്റെ വലിയൊരു വഴിത്തിരിവ്. അതുവരെയുള്ള നിരാശകൾ മറികടക്കാൻ അതുമാത്രം മതിയായിരുന്നു. സാറ് പറഞ്ഞത് ശരിയാ, നമുക്കുള്ളത് നമ്മളെ തേടി എത്തിക്കോളും. ഇത്തവണ നമ്മൾ അവനെ പൂട്ടു സാറേ. സാറ് ധൈര്യമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യ്. വാ, ബാക്കി കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തോളാം. കൃത്യം 3 മണിക്ക് തന്നെ DGP ഓഫീസിലെത്തിയിരുന്നു അവൻ. ഓഫീസിലെ മീറ്റിംഗ് റൂമിൽ സുപ്പീരിയേഴ്സ് സാമിന്റെ വിശകലനങ്ങൾക്കായി അക്ഷമരായിരുന്നു. സാം അലക്സ്, ഇതുവരെയുള്ള അന്വേഷണത്തിൽ എന്താണ് നിങ്ങളുടെ നിഗമനം? എന്താണ് കണ്ടെത്തലുകൾ? ഒന്ന് വ്യക്തമാക്കൂ. മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ട് എനിക്ക്. DGP ശ്രീവാസ്തവയുടെ അക്ഷമയോടെയുള്ള ചോദ്യത്തിന് മുന്നിൽ മറുപടി നൽകാൻ പതിയെ എഴുന്നേറ്റ് ഏവർക്കും മുന്നിലായി നിന്നു സാം. സർ, കഴിഞ്ഞ ഒരാഴ്ചയിൽ ജില്ലയിൽ 3 ഇടങ്ങളിലായി സമാന സ്വഭാവമുള്ള 3 കിഡ്നാപ്പിംഗ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 പെൺകുട്ടികൾ, ധന്യ, ആൻമരിയ ആൻഡ് രമ്യ. നിർഭാഗ്യവശാൽ ഇതിൽ 2 പെൺകുട്ടികളുടെ ബോഡികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും. 2ഉം ഒരേ പാറ്റേണിലുള്ള കൊലപാതകങ്ങൾ. അപ്പോ 2ഉം ചെയ്തിരിക്കുന്നത് ഒരാളാണോ? ആകാംക്ഷയോടെ ശ്രീവാസ്തവ ഇടയ്ക്ക് കയറുമ്പോൾ ഒന്ന് നിർത്തിയ ശേഷം വീണ്ടും തുടർന്നു സാം. സാറേ, ഒറ്റനോട്ടത്തിൽ 2ഉം ചെയ്തത് ഒരാളാകാം എന്ന പ്രാഥമിക നിഗമനത്തിൽ എത്തിച്ചേരാം നമുക്ക്. പക്ഷേ അപ്പോഴും 2ാമത്തെ കൊലപാതകത്തിൽ ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. ആദ്യത്തെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ റിപ്പോർട്ട് പ്രകാരം പ്രതിയുടെ മോട്ടീവ് സെക്സ് തന്നെയാണ്. ആ കുട്ടിയെ ഒന്നിലധികം തവണ അയാൾ സെക്സിനായി ഉപയോഗിച്ചിട്ടുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2ാമത്തെ കുട്ടിയെ കൊലയാളി ലൈംഗികമായി ഉപയോഗിച്ചിട്ടില്ല എന്നതും തലവേദനയുണ്ടാക്കുന്നുണ്ട്. ഇതൊരുമാതിരി പുലിവാലി പിടിച്ച അവസ്ഥയാണല്ലോ. അപ്പോൾ ആദ്യത്തെ കൊലപാതകത്തിന്റെ മറ പിടിച്ച് ഇനി മറ്റാരെങ്കിലും 2ാമത്തെ കുട്ടിയെ കൊന്നതാകുമോ? ഏറെ അസ്വസ്ഥനായി ADGP ലക്ഷ്മൺ ആരായുമ്പോൾ വ്യക്തമായ മറുപടിയില്ലായിരുന്നു സാമിന്റെ കയ്യിൽ. 2ാമത്തെ കുട്ടി ആൻമേരിയെപ്പറ്റി വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഞങ്ങൾ. കുട്ടിക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു.
ആ വഴിക്കും അന്വേഷിച്ചു. ബട്ട് സംശയം തോന്നക്ക വിധം ഒന്നുമില്ല. സത്യത്തിൽ കേസിലേക്ക് എത്താൻ ഒരു തരത്തിലും കഴിയാതെ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം മറ്റൊരു സംഭവം കൂടി ഉണ്ടായത്. ബോഡികൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സുദർശൻ ഇവിടെ 1-2 ഓഫനേജിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ്. ഇന്നലെ വൈകുന്നേരം അതിൽ ഒരു ഓഫനേജിന് മുന്നിൽ അപരിചിതനായ ഒരാളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അയാൾ കണ്ടിരുന്നു. തികച്ചും അപരിചിതനായ അയാൾ ആ ഓഫനേജിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഞങ്ങൾ എത്തുമ്പോഴേക്കും അയാൾ രക്ഷപ്പെട്ടു കളഞ്ഞു. ഡോക്ടറുടെ മൊഴി വെച്ച് ഒരുപക്ഷെ നമ്മൾ തിരിയുന്ന കൊലപാതകിയാകാം. ഓ മൈ ഗോഡ്, എന്നിട്ട് അവനെ നമുക്ക് മിസ്സായല്ലോ സാം. ശ്രീവാസ്തവ നിരാശയോടെ ടേബിളിൽ ആഞ്ഞടിക്കുമ്പോൾ ആകാംക്ഷയിൽ നോക്കിയിരിക്കുന്നവരുടെ മുന്നിൽ മീറ്റിംഗ് റൂമിലെ പ്രൊജക്ടറിന്റെ സഹായത്തിൽ ഒരു ഒമ്നി വാനിന്റെ ഫോട്ടോ ചുവനിൽ പ്രദർശിപ്പിച്ചു സാം. സർ, ഒരു വഴി അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുമെന്നാണല്ലോ. ഇന്ന് പകൽ 3 കിഡ്നാപ്പും നടന്ന ഭാഗങ്ങളിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയ വലിയൊരു തെളിവാണിത്. ആദ്യത്തെ കുട്ടിയുടെ കിഡ്നാപ്പിംഗ് നടന്ന ഭാഗത്തു നിന്ന് കുറച്ചു മാറിയുള്ള ഒരു ഷോപ്പിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ഒമ്നി വാനാണിത്. അവിടെയൊക്കെ നടത്തിയ ചെറിയൊരു അന്വേഷണത്തിൽ ആ ഭാഗത്താർക്കും ഇങ്ങനെയൊരു വാനില്ല എന്ന് വ്യക്തമായി. പിന്നെ കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ട സമയവും ഈ വാൻ കണ്ട സമയവും വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ വണ്ടി നമ്മൾ തിരയുന്ന കൊലപാതകിയുടേത് തന്നെയാവാം. സാമിന്റെ വിവരണം കേട്ട് ഇവരുടെയും മുഖത്ത് പ്രതീക്ഷയുടെ കണികകൾ തെളിഞ്ഞു. എന്നിട്ട് ആ വണ്ടി കണ്ടെത്തിയോ സാം? SP അനിരുദ്ധൻ ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ മറ്റൊരു ഫോട്ടോ കൂടി പ്രദർശിപ്പിച്ചു സാം. അതേ ഒമ്നി വാൻ ഒരു പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ ഫിൽ ചെയ്യുന്ന ഫോട്ടോ ആയിരുന്നു അത്. വണ്ടി നമ്പർ അതിൽ കൃത്യമായി വ്യക്തമായിരുന്നു. സർ, കുറച്ചുകൂടി ഇറങ്ങി ഒന്ന് തിരഞ്ഞപ്പോൾ തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടിയ ഫോട്ടോയാണിത്. സെയിം വണ്ടി, നമ്പർ കിട്ടിയിട്ടുണ്ട്. CI അൻവർ ഉടൻ തന്നെ അത് വെച്ച് വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കും. ആ നമ്പർ ഫേക്ക് അല്ല എങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഓ, ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ്. ശ്രീവാസ്തവ ഏറെ സന്തോഷവാനായിരുന്നു ആ മറുപടി കേട്ട്. സർ, ഈ ഒരു വണ്ടിയിലൂടെ ഒരു പക്ഷേ അവനിലേക്ക് അടുക്കാൻ കഴിഞ്ഞേക്കും. ഞാനും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ സാമിന്റെ ഫോൺ റിംഗ് ചെയ്തു. ഏവരും പ്രതീക്ഷയോടെ ഇട്ടുനോക്കവേ ഫോൺ കയ്യിലേക്കെടുത്ത് അവന്റെ മിഴികൾ തിളങ്ങി. യെസ്, ഇറ്റ്സ് ഹിം, അൻവർ. കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ കാതോട് ചേർത്ത് സംസാരിക്കുമ്പോൾ സാമിന്റെ മുഖം തെളിയുന്നത് അവർ ശ്രദ്ധിച്ചു. അല്പസമയം നീണ്ട ഫോൺ സംഭാഷണത്തിനൊടുവിൽ കോള് കട്ടാക്കി പതിയെ ഓഫീസേഴ്സിന് അഭിമുഖമായി തിരിഞ്ഞു അവൻ. നമ്മുടെ തോണി ഏകദേശം കരയോടടുക്കുവാണ്. ആ വണ്ടി നമ്പർ ഫേക്ക് അല്ല, അത് ഒരു ഒമ്നി വാനിന്റെ തന്നെയാണ്. ഇതിനോടകം വണ്ടിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒന്ന് നിർത്തുമ്പോൾ ഏവരുടെയും മുഖത്ത് ആകാംക്ഷ 10 മടങ്ങായി വർദ്ധിച്ചത് ശ്രദ്ധിച്ചു സാം. ആ വണ്ടിയുടെ RC ഓണർ ഒരു സമ്പത്ത്. ആ പേര് കേട്ട് പരസ്പരം മുഖാമുഖം നോക്കുന്ന സുപ്പീരിയേഴ്സിന് മുന്നിൽ പുഞ്ചിരിയോടെ തന്നെ തുടർന്നു അവൻ. പേര് കേട്ടാൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്നറിയില്ല. ഒരുപക്ഷെ നേരിൽ കണ്ട ഓർമ്മ കാണും അയാളെ. ഒരു കാലത്ത് പോലീസിന് തലവേദന സൃഷ്ടിച്ച ഒരു പക്ക ക്രിമിനൽ. ഇതിനോടകം പല കേസിലും അകത്ത് പോയിട്ടുണ്ട് കക്ഷി. പലതും രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട്. പിന്നെ ഒരു പെണ്ണുകേസും. ഒരേ ഒരു പെണ്ണുകേസ്, അതും ഒരു +2 വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്. ഓ മൈ ഗോഡ്, അറയ്ക്കൽ സമ്പത്ത്. എനിക്ക് ഓർമ്മയുണ്ട് അയാളെ. കമ്മീഷണർ ആനന്ദ് മേനോൻ ഒരു നടുക്കത്തോടെ ആ മുഖം വേഗത്തിൽ ഓർത്തെടുത്തു. അതെ സർ, അവൻ തന്നെ. അന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ നീതിക്ക് വേണ്ടി കോടതിയിൽ കയറിയിറങ്ങിയെങ്കിലും രാഷ്ട്രീയ പിൻബലത്തിൽ നിഷ്പ്രയാസം ഊരിവന്നു അവൻ. ശേഷം ആ പെൺകുട്ടിയും കുടുംബവും നാടുവിട്ടു എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു ഇഷ്യൂവിന് ശേഷം ഒരിക്കൽ കൂടി പോലീസ് കസ്റ്റഡിയിലായി അവൻ. ഒരു കഞ്ചാവ് കേസിലോ മറ്റോ. ശേഷം ആ പേര് എവിടെയും കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അവൻ അവതരിച്ചു. പല്ലുറുമിക്കൊണ്ട് സാം പറഞ്ഞത് നിർത്തുമ്പോൾ ശ്രീവാസ്തവയുടെയും സിരകളിലേക്ക് തീ പടർന്നു. എങ്കിൽ എത്രയും വേഗം പിടികൂടണം ആ ക്രിമിനലിനെ. ജീവനോടെ ആയാലും അല്ലാതെ ആയാലും. ഇനിയും വൈകിച്ചൂടാ. ഇനിയൊരു കൊലപാതകം ഉണ്ടാകരുത്. മാക്സിമം ഫോഴ്സിനെ കൊണ്ടുപോയിക്കോതാൻ. നമ്മൾ തമ്മിൽ ഇനിയൊരു കൂടിക്കാഴ്ച അവനെ പൂട്ടിയിട്ട് മാത്രമായിരിക്കണം. അയാൾ ആവേശത്തോടെ ചാടി എഴുന്നേറ്റു. ഒപ്പം മറ്റോഫീസേഴ്സും. ഉറപ്പായും സർ, ഞാനിപ്പോൾ നേരെ അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. വിട്ടുകളയില്ല. ഭാഗ്യമുണ്ടേ ഇന്നിരട്ടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് കിട്ടിയേക്കും. ജയിച്ചു തന്നെ വരും ഞങ്ങൾ. 5 ഡയലോഗോട് കൂടി തന്നെ സുപ്പീരിയേഴ്സിന് സല്യൂട്ട് നൽകി അവിടെ നിന്നും തിരിച്ചു സാം. അവൻ പോകുന്നത് നോക്കി നിന്ന ശേഷം പതിയെ ആനന്ദ് മേനോന് നേരെ തിരിഞ്ഞ് ശ്രീവാസ്തവ. ആനന്ദ്, വിചാരിച്ച പോലെ പ്രശ്നക്കാരനല്ല ഇയാൾ. നിർമ്മൽ ദാസിനേക്കാൾ ഈ കേസിൽ സാം തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. തൻ്റെ സെലക്ഷൻ തെറ്റിയില്ല. ആ വാക്കുകൾ കേൾക്കെ ആനന്ദ് മേനോന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഒരു സംതൃപ്തിയുടെ പുഞ്ചിരി. അൻവർ അയച്ച ലൊക്കേഷൻ മാപ്പ് നോക്കി സാം എത്തുമ്പോഴേക്കും സമ്പത്തിന്റെ വീടിനരികിൽ പലയിടങ്ങളിലായി അൻവറിന്റെ നേതൃത്വത്തിൽ പോലീസ് കാത്തുനിന്നിരുന്നു. സാമിന്റെ കാർ ദൂരെ നിന്നും കണ്ട്
പതിയെ റോഡിലേക്ക് ഇറങ്ങി കൈകാട്ടി നിർത്തിയ അൻവർ. സാർ, അവനെവിടെയും പോയിട്ടില്ല, ഇവിടെ വീട്ടിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ ഇത്ര പെട്ടെന്ന് നമ്മൾ അവനിലേക്ക് എത്തുമെന്ന് ചിന്തിച്ചു കാണില്ല. ഈ വീട് പണ്ടിവൻ ഗോഡൌണായി ഉപയോഗിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പ്, കുട്ടികൾ ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടാതെ മാറി നിൽക്കുമായിരുന്നു. അവൻ്റെ ഒപ്പം വീട്ടിൽ കുറച്ചുപേര് കൂടിയുണ്ട്. ഒന്ന് മൂളി പതിയെ ആ വീടിൻ്റെ നേരെ നോക്കി സാം. വലിയ ചുറ്റുമതിലുകളുള്ള ഒരു പഴയ മോഡൽ ഇരുനില വീട്. മതിലുള്ളത് കൊണ്ട് തന്നെ ആ വീടിനുള്ളിലെ കാഴ്ചകൾ പുറത്തുനിന്നും അവ്യക്തമായിരുന്നു. കാറ് പതിയെ റോഡ് സൈഡിൽ ഒതുക്കി നിർത്തി പുറത്തേക്കിറങ്ങി സാം. സാം മുന്നേ നടക്കുമ്പോൾ പിന്നാലെ ചെന്നു അൻവറും, ഒപ്പം കുറച്ച് പോലീസുകാരും. സാറേ, നേരിട്ട് ചെന്ന് കയറണോ? പിന്നാലെ ചെല്ലുമ്പോൾ അൻവർ സംശയത്തോടെ സാമിനോട് ചോദിച്ചു. അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു അവൻ. ഒളിച്ചും പാത്തുള്ള പോക്ക് വേണ്ട അൻവറേ, മുൻകേറ്റ് നേരെ കയറി ചെല്ലാനല്ലേ പണിതേക്കുന്നേ, അപ്പോൾ അതിലെ തന്നെ പോകാം. സാമിൻ്റെ മറുപടിക്ക് പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല അൻവർ. അപ്പോഴേക്കും മറ്റുള്ള പോലീസുകാർ ഗേറ്റിന് പുറത്തായി എന്തിനും തയ്യാറായി നിരന്നു. ഗേറ്റ് തുറന്നകത്തേക്ക് കയറുമ്പോൾ തന്നെ അവർ മുറ്റത്തായി 4-5 പേർക്കൊപ്പം സംസാരിച്ചു നിൽക്കുന്ന സമ്പത്തിനെ കണ്ടു. 6 അടി ഉയരമുള്ള ഒത്ത ശരീരം, കറുത്ത നിറം, ഡോക്ടർ കണ്ട ആളുടെ അതേ ലക്ഷണങ്ങൾ. പോലീസുകാരെ കണ്ട് ഒരു നിമിഷം സമ്പത്തും ഒന്ന് പകച്ചു. ഡേയ് പോലീസ്, ഇതെന്താ ഇപ്പോ? കൂട്ടത്തിൽ നിന്നവൻ പതർച്ചയോടെ പിന്നിലേക്ക് മാറി. സാമും സംഘവും അരികിലേക്ക് എത്തിയപ്പോൾ പതിയെ മുന്നിലേക്ക് ചെന്നു സമ്പത്ത്. എന്താ എന്താ സാർ ഈ നേരത്തെ ഇവിടേക്ക്? അല്പം പതർച്ചയോടെ തന്നെ അവൻ നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു സാം. സമ്പത്തെ, ഇങ്ങനെ അഭിനയിച്ചാൽ താനൊരു നാഷണൽ അവാർഡ് വാങ്ങുമല്ലോടോ. ആ പരിഹാസത്തിന്റെ അർത്ഥം മനസ്സിലാകാതെ അവൻ തുറച്ചു നോക്കവേ പതിയെ മുഖാമുഖം നിന്നു സാം. ഒരു വൈറ്റ് കളർ ഒമ്നി വാൻ ഇവിടെയുണ്ടോ സമ്പത്തെ? ആ ചോദ്യം കേട്ട മാത്രയിൽ സമ്പത്തിന്റെ മിഴികളിൽ ഒരു ഭയം നിഴലിച്ചത് ശ്രദ്ധിച്ചു സാം. ആ ഉണ്ട് സാർ, എന്താ പ്രശ്നം? ആ ഭയത്തോടെ തന്നെയാണ് അവൻ മറുപടി പറഞ്ഞത്. അപ്പോ ആ വണ്ടിയിൽ താൻ അവസാനമായി പോയത് എവിടേക്കാണ്, ഒന്ന് പറയാവോ? ആ ചോദ്യം കൂടി കേട്ട് കൂടുതൽ പരിഭ്രമിച്ചു അവൻ. എൻ്റെ സാറേ, അടുത്തെങ്ങും ആ വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നതാ സാറേ, എന്നതാ പ്രശ്നം? ആ മറുപടി പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു സാം. സമ്പത്തെ, സമയം കളയാനില്ല. ഒരു ഫൈറ്റിന് താല്പര്യവും ഇല്ല. കാര്യം എനിക്കും അറിയാം, തനിക്കും അറിയാം. ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാൽ തനിക്ക് നല്ലത്, ഞങ്ങൾക്ക് നല്ലത്. എന്നതാ സാറേ ഒരുമാതിരി മുനവെച്ചുള്ള സംസാരം? എനിക്ക് സാറ് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ആ വണ്ടി ഞാൻ പുറത്ത് കൊണ്ടുപോകാറില്ല. ഇത് സാറെന്തോ വള്ളിക്കെട്ട് കേസ് എൻ്റെ തലയിൽ ഇടാനുള്ള പരിപാടിയാണല്ലോ. അവൻ്റെ മറുപടി കേട്ട് പതിയെ അൻവറിനെ പാളി നോക്കി സാം. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയുടൻ സമ്പത്തിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടുത്തമിട്ടു അൻവർ. എവിടെടാ ആ 3-ാമത്തെ കൊച്ച്? എവിടെ ഒളിപ്പിച്ചേക്കുവാ നീ അതിനെ? എന്താ കരുതിയേ നീ ഞങ്ങളൊക്കെ വെറും പൊട്ടന്മാരാണെന്നു? ആ അപ്രതീക്ഷിത പ്രതികരണത്തിൽ സമ്പത്തിന്റെ കൂടെയുള്ളവർ ആകെ പേടിച്ചരണ്ടുപോയി. സമ്പത്തുമാകെ വിളറിയൊന്നു വെളുത്തു. എൻ്റെ പൊന്നു സാറേ, ഏത് പെൺകൊച്ച്? എനിക്കൊന്നറിയില്ല. സാറിന് ആളും അറിയതാകും. ഇവിടെ ഒരു പെൺകൊച്ചുമില്ല സാറേ. പെട്ടെന്നുള്ള ആ പ്രതികരണത്തിൽ ഭയന്നു വിറച്ചുകൊണ്ടാണ് അവൻ മറുപടി പറഞ്ഞത്. ആ മറുപടി കൂടി കേൾക്കെ കൂടുതൽ രോഷാകുലനായി സാം. എൻ്റെ പൊന്നു സാറുമാരെ, ഞാനിപ്പോൾ പഴയ പണിയെല്ലാം നിർത്തി കെട്ടിയോളും കുട്ടിയൊക്കെയായി നല്ല നടപ്പാ. മാത്രമല്ല ഈ അടുത്തെങ്ങും ആ വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ട് പോലുമില്ല. വെറുതെ വീണ്ടും ദ്രോഹിക്കാൻ നിൽക്കല്ലേ സാറേ, പ്ലീസ്. തൊഴുകൈയോടെ സമ്പത്ത് അപേക്ഷിക്കവേ അടങ്ങാത്ത കലിയോടെ വീണ്ടും അവൻ്റെ ഷർട്ടിൻ്റെ കോളറിലേക്ക് കടന്നു പിടിച്ച് ആ വീടിനു ചുറ്റും ഒന്ന് പരതി സാം. എടാ, കഞ്ചാവ് കച്ചവടം നടത്തിയല്ലേ നീ ഇപ്പോൾ കുടുംബം നോക്കുന്നേ? ഇതാണോ നിന്റെ നല്ല നടപ്പ്? ഞങ്ങളൊന്നും അറിയില്ലാന്ന് കരുതിയോ? എവിടെയാടാ നിന്റെ ആ വെള്ളം നീ വാൻ? ആ അലർച്ച കേട്ട് ഞെട്ടി വിറച്ചു പോയവൻ പതിയെ വീടിനോട് ചേർന്നുള്ള കാർ ഷെഡിലേക്ക് നോട്ടം തിരിച്ചു. അവിടേക്ക് നോക്കവേ കറുത്ത ടർപ്പോളിൽ മൂടിയിട്ടേക്കുന്ന ആ വണ്ടി സാമിൻ്റെയും കൂട്ടരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. പുറം കാഴ്ചയിൽ ഷേപ്പ് വെച്ച് അത് ഒമ്നി വാനാണെന്ന് വ്യക്തമായി. അൻവർ, ആ ഒരൊറ്റ വിളിയിൽ കാര്യം മനസ്സിലാക്കി നേരെ ആ വണ്ടിയുടെ അരികിലേക്ക് ചെന്നു അൻവർ. എന്നാൽ പോകുമ്പോഴുള്ള ആവേശം അരികിലെത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല. നെഞ്ചിടിപ്പേറവേ ഒരു നിമിഷം ഒന്ന് നിന്നു അവൻ. ആ കറുത്ത ടർപ്പോളിൻ മൂടിയേക്കുന്നത് കാണുകെ എന്തോ ഒരു വല്ലായ്മ തോന്നി അൻവറിന്. പഴകിയ ടർപ്പോളിനുള്ളിലെ വണ്ടിയിൽ എന്തേലും അരുതാത്ത കാഴ്ച കാണേണ്ടി വരുമോ എന്ന ചിന്ത ഒരു നിമിഷം അവൻ്റെ ഉള്ളിൽ നടുക്കമായി. ഫോട്ടോയിൽ കണ്ട രമ്യയുടെ മുഖം അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു. മനസ്സിൽ ധൈര്യം സംഭരിച്ച് വിറയാർന്ന കൈകളാൽ ആ ടർപ്പോളിൽ പിടിച്ചു അൻവർ. ഒറ്റ വലിയിൽ തന്നെ അത് മുഴുവനായും മാറ്റി. എന്നാൽ അടുത്ത നിമിഷം കൺമുന്നിലെ ആ കാഴ്ച അവനെ നടുക്കി. അവനെ മാത്രമല്ല,
പിന്നിൽ നിന്ന് സാമിൻ്റെയും മറ്റു പോലീസുകാരുടെയും മിഴികളിൽ ഒരുപോലെ തന്നെ നടുക്കമായി ആ കാഴ്ച. ഓ മൈ ഗോഡ്! നടുക്കത്താൽ സാമിൻ്റെ നാവ് അറിയാതെ ചലിച്ചു. അല്പസമയം അവിടമാകെ നിശബ്ദത പരന്നു. അവിശ്വസനീയമായി സാമിൻ്റെ മുഖത്തേക്ക് നോക്കിയ അൻവർ ആ നിശബ്ദതയ്ക്ക് വിരാമമിട്ടത് സമ്പത്തായിരുന്നു. സാറേ, ഈ വണ്ടിയിലാണോ ഞാൻ ഏതോ പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്തു എന്ന് സാർ മുൻപേ പറയുന്നേ? ആ ചോദ്യം കേട്ട് ആ വണ്ടിയിലേക്ക് നോക്കി നിന്നു സാം. അൻവർ പറഞ്ഞ അതേ നമ്പറുള്ള ഒമ്നി വാനായിരുന്നു അത്. പക്ഷേ സഞ്ചാരയോഗ്യമല്ലാത്ത വിധം തുരുമ്പെടുത്ത് നശിച്ചിരുന്നു ആ വണ്ടി. ഒരാഴ്ചയ്ക്ക് മുന്നേയല്ല, ഏകദേശം ഒരു വർഷത്തോളമായി ആ വണ്ടി ഓടിയിട്ടില്ല എന്നത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമായിരുന്നു. എൻ്റെ പൊന്നു സാറേ, ഈ ഓടാത്ത വണ്ടിയും കൊണ്ടാണോ ഞാൻ ഈ പണി ചെയ്തു എന്ന് സാറ് പറയണത്? ഇത് ഒരു വർഷത്തോളമായി കട്ടപ്പുറത്താണ് സാറേ. ലാസ്റ്റ് ഞാൻ ജയിലിൽ പോയപ്പോൾ ഷെഡ് കയറ്റിയതാ. ഇനിയൊരിക്കലും ഈ വണ്ടി റോഡിൽ ഓടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നശിച്ചു ഇത്. പിന്നെ കുറേ നാൾ കൊണ്ടു നടന്നതായോണ്ട് ആക്രിക്ക് കൊടുക്കാൻ മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഇപ്പോഴിവിടെ മൂടിയിട്ടേക്കുവാ. സമ്പത്തിന്റെ വാക്കുകളും ആ വണ്ടിയുടെ അവസ്ഥയും എല്ലാം കൂടെ കാണുകയെ ആകെ ആശയക്കുഴപ്പത്തിലായി സാം. താൻ ഈ വണ്ടിയുടെ പേപ്പറുകളെടുത്തേ. അവന്റെ സംശയങ്ങൾ അവസാനിച്ചിരുന്നില്ല. നിമിഷങ്ങൾക്കകം വണ്ടിയുടെ പേപ്പറുകളുമായി എത്തി സമ്പത്ത്. അതൊക്കെയും നോക്കിയ ശേഷം ഏറെ അസ്വസ്ഥനായി സാം. എല്ലാം കൃത്യമായിരുന്നു. സാറേ, ഇതിപ്പോ എന്താ കളി? ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാവുന്ന കൊലയാളി ഇതേ നമ്പർ വെച്ച് കളിച്ചതാകും അല്ലേ, നമ്മളെ ഒന്ന് വട്ടം ചുറ്റിക്കാൻ? അങ്ങനെയെങ്കിൽ ആ കൊലയാളിക്ക് ഇയാളുമായി എന്തെങ്കിലും ബന്ധമുണ്ടായില്ലേ? ഇനി ഇയാൾ തന്നെയാകാനും ചാൻസ് ഉണ്ടല്ലോ. അത്രയ്ക്ക് വെടിപ്പല്ലേ ബാക്ക്ഗ്രൗണ്ട്. പോരാത്തതിനിപ്പോൾ കഞ്ചാവ് ബിസിനസ്സും ഉണ്ട്. അൻവറിന്റെ സംശയത്തിനു മുന്നിൽ അല്പസമയം നിശബ്ദനായി സാം. അവന്റെ മനസ്സിൽ പല പല ചിന്തകൾ മിന്നിമാഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് അൻവറിന്റെ മുഖാമുഖം തിരിഞ്ഞു അവൻ. അൻവർ, നാളെ തന്നെ ഡോക്ടർ സുദർശനെ വിളിച്ച് സമ്പത്തിനെയും അയാളുടെ ഗ്യാങ്ങിനെയും ഒന്ന് കാണിക്കണം. ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ്. ആരെങ്കിലും അയാളെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് നോക്കണം. ഇവരാരും അല്ലെങ്കിൽ പിന്നെ ഒറ്റ വഴി, ഡോക്ടർ കണ്ട ആളുടെ രേഖാചിത്രം വരയ്ക്കുക എന്നതാണ്. എന്തായാലും താൻ വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തേക്ക്. ഓക്കെ സർ, അത് ഞാൻ അറേഞ്ച് ചെയ്യാം. അനുസരണയോടെ അൻവർ മറുപടി നൽകുമ്പോൾ പതിയെ സമ്പത്തിന് നേരെ തിരിഞ്ഞു സാം. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എൻ്റെ ഓഫീസിലുണ്ടായിരിക്കണം. നീയും നിന്റെ പരിവാരങ്ങളും. ഇപ്പോൾ തൂക്കിയെടുത്തോണ്ട് പോകാത്തത് കുടുംബമായി കഴിയുകയാണെന്ന് നിന്റെ ഒറ്റ വാക്കിന്റെ മേലാണ്. പക്ഷെ നാളെ ഉടായ്പ് കാണിക്കാൻ നോക്കിയാൽ പിന്നെ നീ എണീറ്റ് നടക്കില്ല, കേട്ടല്ലോ? ആ ഭീഷണിയുടെ സ്വരം അവന്റെ കണ്ണുകളിൽ നടുക്കമാകവേ പതിയെ തിരിഞ്ഞു നടന്നു സാം. പിന്നാലെ ചെല്ലുമ്പോൾ അൻവറും ഏറെ അസ്വസ്ഥനായി. ഇല്ലടോ, ഇവനെല്ലാം നമ്മൾ തിരിയുന്ന ആള്, അതുറപ്പ്. സാമിന്റെ മറുപടി കേട്ട് കൂടുതൽ അസ്വസ്ഥനായി അൻവർ. ആരോ വെൽ പ്ലാൻഡായി നമുക്കിട്ട് പണി തരുന്നോണ്ടിരിക്കുവാണല്ലോ. അവൻ പല്ലും ഞെരിച്ചുകൊണ്ട് പറയുമ്പോൾ സാം നിശബ്ദനായിരുന്നു. വല്ലാത്തൊരു നിരാശ അവനെ കീഴടക്കിയെങ്കിലും വിട്ടുകൊടുക്കാൻ മനസ്സനുവദിച്ചില്ല. പണിയട്ടെ അൻവറേ, പറ്റുന്നിടത്തോളം പണിയട്ടെ അവൻ. പക്ഷേ ഇനി അവനെ പൂട്ടും ഞാൻ. ഇത്രയ്ക്ക് പ്ലാൻഡായി അവൻ കളിക്കുകയാണെങ്കിൽ അവന്റെ മുകളിൽ നിന്ന് കളിക്കാൻ എനിക്കറിയാം. ഒന്നുമില്ലാതെയല്ലേ നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ നമുക്കൊരു തെളിവ് കിട്ടിയില്ലേ? ഫേക്ക് നമ്പറിൽ ഓടുന്ന ഒരു വൈറ്റ് കളർ ഒമ്നി വാൻ. അത് മതി, അതിൽ പിടിച്ചു കയറാൻ നമുക്ക്. മറുപടി പറയുമ്പോൾ സാമിന്റെ മിഴികളിൽ അഗ്നി എരിയുന്നത് കണ്ടു അൻവർ. അന്നത്തെ രാത്രി ഏറെ വൈകിട്ടും ഉറക്കം വരാതെ കിടന്നു സാം. അവന്റെ മനസ്സ് നിറയെ കേസുമായി ബന്ധപ്പെട്ട ചിന്തകളായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഒന്നുണർന്ന നാൻസി അപ്പോഴാണ് സാം ഉറങ്ങിയിട്ടില്ല എന്ന് ശ്രദ്ധിച്ചത്. എന്നതായി ചായ? എന്തേ ഇത്ര നേരമായിട്ടും ഉറങ്ങാതെ കിടക്കുന്നു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഞാൻ ആ കേസിന്റെ കാര്യങ്ങൾ ഓർത്തു കിടന്നതാ നാൻസി. ഒരു പിടിയും തരാതെ അവനിങ്ങനെ കറങ്ങുക. വിഷമിക്കണ്ടേ ചായ, ഇത്തവണ എൻ്റെ ചായൻ സത്യത്തിന്റെ ഭാഗത്തല്ലേ. അപ്പോൾ വഴികൾ താനേ തെളിഞ്ഞോളും. അത്രയും പറഞ്ഞുകൊണ്ട് നാൻസി സാമിനെ മാറോട് ചേർത്ത് കിടന്നു. പതിയെ അവളെ തന്നോട് ചേർന്ന് പുണർന്നു സാം. ഒരു പെൺകുട്ടി കൂടി അവന്റെ കയ്യിലുണ്ട് നാൻസി. അവളെയെങ്കിലും രക്ഷിക്കണം. അതിന് പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ കുപ്പായ അഴിച്ചു വെച്ച് പടിയിറങ്ങണം. ഏയ്, അങ്ങനെയൊന്നും പറയല്ലേ ഈ ചായ. ഇനിയൊരു പെൺകുട്ടി കൂടി അപകടത്തിൽപ്പെടില്ല. അതിനു മുന്നേ ഈ ചായന് അയാളെ പിടിക്കാൻ പറ്റും. നാൻസിയുടെ ആശ്വാസ വാക്കുകൾക്ക് സാമിന്റെ ഉള്ളിലെ തീ കെടുത്താൻ കഴിഞ്ഞില്ല. എനിക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട് നാൻസി. അതൊക്കെ ശരിയായി വന്നാൽ പൂട്ടും ഞാൻ അവനെ. ആ വാക്കുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. പതിയെ പതിയെ അവർ ഉറക്കത്തിലേക്ക് കണ്ടു. പിറ്റേന്ന് രാവിലെ തന്നെ സാം പറഞ്ഞ പോലെ ഡോക്ടർ സുദർശനെത്തി സമ്പത്തിനെയും കൂട്ടാളികളെയും കണ്ടു. പക്ഷേ അവരാരുമായിരുന്നില്ല അന്ന് ഓഫണേജിന് മുന്നിലെത്തിയത്. അതോടെ രേഖാചിത്രം വരയ്ക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചേർന്നു സാം. സാറേ, നമ്മളെ ആ പഴയ വണ്ടി കാണിച്ചത് ഇനി സമ്പത്തിന്റെ ഉടായ്പാണെങ്കിലോ? വണ്ടി പൊക്കിയേക്കുമെന്ന് മുന്നിൽ കണ്ട് നമ്മളെ വഴിതിരിച്ചുവിടാൻ ഒരു പഴയ വണ്ടി സംഘടിപ്പിച്ച് സെയിം നമ്പർ പ്ലേറ്റ് വെച്ചതായിക്കൂടെ?
അൻവറിന്റെ സംശയം തള്ളിക്കളഞ്ഞില്ല സാം. നമുക്ക് നോക്കാൻ വാ, ഇവൻ എവിടെ വരെ പോകുന്നു. ഞാനൊന്ന് അന്വേഷിച്ചിരുന്നു ഇവനെ പറ്റി. പുള്ളി പറയുന്നത് പോലെ ഇപ്പോൾ നല്ല നടപ്പാണെന്നാണ് നാട്ടിലും സംസാരം. പക്ഷേ സൈഡിലൂടെ ചെറിയ കഞ്ചാവ് കച്ചവടം കൂടിയുണ്ട്. ഇവൻ അവസാനം പെട്ട കേസ് ഏതായിരുന്നു അൻവർ? അതും ഒരു കഞ്ചാവ് കേസായിരുന്നു സാറേ. നമ്മുടെ ആറ്റിങ്ങിലിട്ടാണ് തൂക്കിയത്. വണ്ടിയിൽ കൊല്ലത്തേക്ക് കൊണ്ടുപോയതാ. ഏത് വണ്ടിയിൽ? ഈ ഒമ്നി ആയിരുന്നോ? ഏയ് അല്ല സാറേ, അതൊരു സ്കോർപ്പിയോ ആയിരുന്നു. നമ്മുടെ ഡിവൈഎസ്പി സാദിഖ് സാറാണ് അന്നിവനെ തൂക്കിയത്. ആ വിവരമേറെ പുതുമയുള്ളതായിരുന്നു സാമിന്. സാദിഖോ? എന്നിട്ട് ആ കേസിന്റെ അന്വേഷണം എങ്ങനെയാ പോയത്? കൂടുതലൊന്നും നീട്ടില്ല സാറേ. സാദിഖ് സാർ ഇവന്റെ വീട്ടിൽ ഒരു റെയ്ഡ് കൂടി നടത്തി. അന്നേരം കുറെ പൊതികൾ കൂടി കിട്ടി. അതോടെ തൂക്കിയെടുത്ത് അകത്താക്കി. 1 വർഷം മുന്നെയാണ് ഈ സംഭവം. പക്ഷേ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ളതുകൊണ്ട് ഇവൻ വേഗം പുറത്തിറങ്ങി. അൻവറിന്റെ മറുപടികൾ കേട്ട് ഒരു നിമിഷം നിശബ്ദനായി എന്തോ ആലോചിച്ചു നിന്നു സാം. ശേഷം അവന് നേരെ തിരിഞ്ഞു. അൻവർ, സാദിഖിന് എന്താ പ്രശ്നം? എന്തിനാണ് അയാൾ ലീവിൽ പോയത്? അത് പുള്ളിക്ക് എന്തോ കിഡ്നി സ്റ്റോണിന്റെ പ്രോബ്ലം ഉണ്ട്. അതിന് സർജറിക്ക് ലീവ് എടുത്തേക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്താ സാർ, എന്താ ഇപ്പൊ ഇങ്ങനെയൊരു ചോദ്യം? അൻവറിന്റെ മുഖം ചുളിയവേ അല്പസമയം മൗനമായി സാം. അൻവർ, എനിക്ക് ആ കേസിന്റെ ഫയൽ ഒന്ന് കാണണം, അന്നെടുത്ത ഫോട്ടോസ് ഉൾപ്പെടെ. അത് സംഘടിപ്പിക്കാം സാർ. പക്ഷെ എന്താണ് കാര്യമെന്ന് സാർ പറഞ്ഞില്ല. എന്നോട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് എന്തെങ്കിലും ആണോ? മറുപടി പറയുമ്പോൾ അൻവറിന്റെ മുഖത്ത് സംശയം നിഴലിച്ചിരുന്നു. ഏയ്, എല്ലാ വഴിയിലൂടെയും ഒന്ന് പോകണ്ടേ അൻവർ? പോലീസുമായി പലപ്പോഴും ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഈ സമ്പത്ത്. സ്വാഭാവികമായും അയാളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും റെക്കോർഡിങ്ങുകളിൽ ഉണ്ടാവും. അന്ന് ആ കേസ് അന്വേഷിച്ചത് സാദിഖാണ്. അയാളാണെ പെട്ടെന്ന് ഒരു ലീവിൽ പോക്ക്. ഇപ്പോഴേ ഈ സംഭവം എല്ലാം കൂടി ചിന്തിക്കുമ്പോൾ വാക്കുകൾ മുഴുവിപ്പിക്കാതെ പാതിയിൽ സാം നിർത്തുമ്പോൾ ബാക്കി എന്താകുമെന്ന് ഊഹിച്ചു അൻവർ. അപ്പോഴേക്കും ഡോക്ടർ സുദർശൻ അവർക്കരികിലേക്ക് എത്തി. അയാളെ കണ്ട മാത്രയിൽ പുഞ്ചിരിച്ചു സാം. ഡോക്ടർ, ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഇവിടെ ഇരുന്ന് ചിത്രം പൂർത്തിയാക്കാൻ ഒന്ന് സഹായിക്കണം. അപ്പോഴേക്കും ഞാനും അൻവറും ഒന്ന് പുറത്തു കറങ്ങി വരാം. ഏയ്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സാർ. ഉച്ചവരെ ഫ്രീ ആണ് ഞാൻ. അത് കഴിഞ്ഞ് നമ്മുടെ ഓഫനേജിലെ ആ കുട്ടികളുടെ ഒരു പരിപാടിയുണ്ട്, അതിനൊന്ന് പോണം. മറുപടി പറഞ്ഞുകൊണ്ട് സാമിന്റെ മുന്നിലെത്തി സുദർശൻ. ആഹാ, ഇന്നെന്താ പരിപാടി? ഓ, അതൊരു സംഘടനയുടെ കീഴിൽ ചെറിയ ക്രിക്കറ്റ് മാച്ചാണ് സാർ. കുട്ടികൾക്കൊരു സന്തോഷം, അത്ര തന്നെ. അവരെ ഇന്ന് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം എൻ്റെയാണ്. ഓ ഗുഡ്. എല്ലാ കുട്ടികളെയും കൊണ്ടുപോകുമോ, അതോ ടീമിനെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ? ഒരു ബസ്സുണ്ട് സാർ. അതിൽ പോകാൻ പറ്റുന്നിടത്തോളം കുട്ടികളെ കൊണ്ടുപോകും. മിക്കവാറും എല്ലാവരും ഉണ്ടാവും. നമ്മുടെ കുട്ടികൾ കളിക്കുമ്പോൾ പ്രോത്സാഹനം കൊടുക്കാനും നമ്മൾ തന്നെ വേണമല്ലോ. ആ മറുപടി കേട്ട് സാമിന്റെ നെറ്റിച്ചൊളിഞ്ഞു. മനസ്സിലെ സംശയം പുറത്തു കാട്ടാതെ വീണ്ടും ചിരിച്ചു അവൻ. എന്നാൽ ആ ഭാവമാറ്റം അൻവർ ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഞങ്ങളൊന്ന് പോയി വരാം. എവിടാണ് സാറേ കറക്കം? കേസുമായി ബന്ധപ്പെട്ടാണോ? സുദർശന്റെ ചോദ്യം കേട്ട് ഒന്ന് നിന്നു സാം. ഒന്ന് നോക്കട്ടെ ഡോക്ടർ, ആ ഓംനി വാൻ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. എവിടെന്തേലും ആ വണ്ടിയും അതോടിച്ചാളെയും പൊക്കിയെടുക്കണം. ആ മറുപടി കേട്ട് പുഞ്ചിരിച്ചു സുദർശൻ. അതൊക്കെ അവരെപ്പോഴേ മുക്കിക്കാണും സർ. ഇത്രയും ചെയ്ത കൊലയാളിക്ക് ഒരു വണ്ടി മുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ. എന്നാലും ഒന്ന് തപ്പാം. കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ. പിന്നെ കുറച്ച് ഫൂട്ടേജ് കൂടി ചെക്ക് ചെയ്യാനുണ്ട്. എന്തായാലും രേഖാചിത്രം റെഡിയാകുമ്പോഴേക്കും ഞങ്ങളിങ്ങെത്തും. സുദർശന്റെ ചുമലിൽ തട്ടി പുറത്തേക്ക് നടന്നു സാം. ഒപ്പം അൻവറും. സർ, ഇന്നത്തെ പത്രം കണ്ടായിരുന്നു. നഗരത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ ഇപ്പോഴും ഇരുട്ടിൽ തപ്പി SP സാം അലക്സും സംഘവും. കൈക്കൂലിക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ കേസേൽപ്പിച്ച് സംഭവങ്ങൾ ഒതുക്കി തീർക്കാൻ സർക്കാർ ശ്രമം. വാർത്തകൾ മുൻപേജിൽ തന്നെയുണ്ട്. അൻവറിന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചു സാം. നമ്മളെ പോലെയുള്ളവരെ ഊറ്റിയാൽ അൻവറെ, ഈ മീഡിയക്കാരൊക്കെ അന്നത്തിനുള്ള വക കണ്ടെത്തുന്നേ. നമുക്കൊന്ന് കണ്ണടച്ചു കൊടുക്കാന്നേ, അവരുടെ വയറ് നിറഞ്ഞോട്ടെ. ആ മറുപടി കേട്ട് അൻവറും ചിരിച്ചുപോയി. സാറെന്താ ഡോക്ടർ ആ പിള്ളേരെ മാച്ചിന് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞപ്പോൾ സാറിന്റെ മുഖത്ത് ഒരു ഭാവമാറ്റം കണ്ടത്? ജീപ്പിലേക്ക് കയറവേ സംശയത്തോടെ അവൻ വീണ്ടും സാമിന്റെ മുഖത്തേക്ക് നോക്കി. അൻവർ, ഈ ഒരു സാഹചര്യത്തിൽ പിള്ളേരിതുപോലെ ഒന്നിച്ചു പുറത്തേക്ക് പോയാൽ അത് നമുക്ക് പണിയാകില്ലേ? അവരെ ആരെയും നോട്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ചാൻസ് അല്ലേ അത്? സാമിന്റെ ആ വാക്കുകൾ അൻവറിലും ടെൻഷനുളവാക്കി. ശരിയാണ് സർ, അത് പണിയാണ്. നമുക്ക് നോക്കാം. താ വണ്ടിയെടുക്ക്. ആദ്യം നമുക്ക് ആ പമ്പിലൊന്ന് പോകാം. ഒമ്നി വാനും ഓടിച്ച ആളെയും കണ്ടെത്താൻ. എന്തേലും ഹിൻസ് അവിടെ നിന്ന് കിട്ടിയാലോ? പിന്നെ ആ ബസ് ജീവനക്കാരെ ഒന്നുകൂടി കാണാം. അന്ന് ഓഫനേജിന്റെ മുന്നിൽ കൂടി പോയ ബസ്. അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സൂചനകൾ കിട്ടിയാൽ അത് കേസിന് ഗുണം ചെയ്യില്ലേ? പിന്നെ ഉച്ച കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ ആ ക്രിക്കറ്റ് മാച്ച് കാണാൻ ഒപ്പം പോകാം.
കുട്ടികളെ നോട്ടം വെച്ച് ആരയിലെത്തിയാൽ അവനെ അവിടെ ഇട്ട് പൂട്ടണം. അതിന് ഡോക്ടറുടെ പ്രസൻസും അത്യാവശ്യമാണ്. താൻ ചവിട്ടി വിട്ടോ, കളയാൻ സമയമില്ല. നിമിഷങ്ങൾക്കകം അവരുടെ ജീപ്പ് റോഡിലേക്ക് കയറിയ ശേഷം ആ പെട്രോൾ പമ്പ് ലക്ഷ്യമാക്കി പാഞ്ഞു. സർ, ഇന്നലെ പറഞ്ഞത് തന്നെയാണ് എനിക്കിന്നും പറയാനുള്ളത്. ഒരുപാട് വണ്ടികൾ ഡെയിലി വന്ന് പോകുന്നതല്ലേ. ഈ ഒമ്നിയിൽ ഞാൻ തന്നെയാണ് പെട്രോൾ ഫുള്ളാക്കിയത്. പക്ഷേ വണ്ടിയെപ്പറ്റി വലിയ ഓർമ്മ കിട്ടുന്നില്ല. സാം ഫോണിൽ കാണിച്ച CCTV വീഡിയോ നോക്കി. പെട്രോൾ പമ്പ് ജീവനക്കാരൻ്റെ ആദ്യ മറുപടി വളരെ നിരാശ ജനിപ്പിച്ചു. താൻ സമാധാനം ഒന്നുകൂടി ഓർത്തു നോക്കൂ. എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റിയാൽ ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു കേസിനത് വളരെ ഉപകാരപ്പെടും. അൻവർ അപേക്ഷ രൂപേണ പറയുമ്പോൾ ആ യുവാവ് വീണ്ടും ചിന്താകുലനായി. അല്പസമയം നിശബ്ദനായ അവൻ പെട്ടെന്ന് എന്തൊക്കെയോ അവൻ്റെ ഓർമ്മകളിലെത്തി. സർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ വണ്ടി ഓടിച്ചിരുന്നത് ഒരു 40-50 ഇടയ്ക്ക് പ്രായമുള്ളയാളാണ്. നല്ല കട്ടത്താടിയൊക്കെയുള്ള ഒരാള്. പിന്നെ വീണ്ടും അവൻ ചിന്തയിലാണ്ടപ്പോൾ നിരാശയ്ക്കൊടുവിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തപ്പെട്ടതിൽ സന്തോഷിച്ചു സാമും അൻവറും. ആ സർ, പിന്നെ ആ വണ്ടിയുടെ സൈഡിൽ ഒരു കോഴി ഫാമിൻ്റെ അഡ്രസ്സ് എഴുതിയിരുന്നു. പെട്രോൾ നിറയ്ക്കുന്നതിനിടയിൽ ഞാനത് വായിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പേര് സ്ഥലം ഓർമ്മ കിട്ടുന്നില്ല. എങ്കിലും എഴുതിയിരുന്നു, അത് ഉറപ്പാണ്. ഇതിൽ കൂടുതലൊന്നും എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല സർ. ആ പുതിയ കണ്ടെത്തലുകൾ സാമിനെയും അൻവറിനെയും ഏറെ ഉന്മേഷവാന്മാരാക്കി. പമ്പിലെ ജീവനക്കാരോട് നന്ദി പറഞ്ഞ് യാത്ര തിരിക്കുമ്പോൾ ഏറെ സന്തോഷവാനായിരുന്നു സാം. അൻവർ, ഞാൻ പറഞ്ഞില്ലേ നമുക്കുള്ള തെളിവുകൾ എത്ര വൈകിയാലും നമ്മളെ തേടിയെത്തുമെന്ന്. താൻ ഇന്നേനെ സിറ്റിയിലെ കോഴി ഫാമിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം. ഒപ്പം അവിടെയുള്ള വണ്ടികളുടെയും. ഭാഗ്യമുണ്ടെങ്കിൽ അവനതിൽ കുടുങ്ങും. ആ വാക്കുകൾ അൻവറിലും പ്രചോദനമായി. പക്ഷേ അപ്പോഴും അവൻ്റെ ഉള്ളിൽ സംശയങ്ങൾ കുന്നുകൂടി. സർ, നമ്മൾ ആ മൂന്നാമത്തെ കുട്ടിയെ മറക്കുകയാണോ? അവളിപ്പോഴും ആ കൊലപാതകിയുടെ കയ്യിലാണ്. ഏത് നിമിഷവും ആ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത എത്തിയേക്കാം. മറന്നിട്ടില്ല അൻവർ. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ഇപ്പോഴൊന്നും അവൾക്ക് ആപത്ത് സംഭവിക്കില്ല എന്നാണ്. ആ മറുപടി അൻവറിൻ്റെ നെറ്റി ചുളിച്ചു. എന്താ സാർ അങ്ങനെ തോന്നാൻ കാരണം? അൻവർ, കൊലയാളിയുടെ ഒരു പാറ്റേൺ താൻ ശ്രദ്ധിച്ചോ? തുടരെ 3 കിഡ്നാപ്പുകൾ നടത്തിയ ശേഷമാണ് അയാൾ കൊലപാതകങ്ങൾ ആരംഭിച്ചത്. ആദ്യത്തെ ബോഡി കിട്ടിയപ്പോൾ ബാക്കി 2 കുട്ടികൾ അവൻ്റെ പക്കലുണ്ടായിരുന്നു. രണ്ടാമത്തെ ബോഡി കിട്ടിയപ്പോൾ ഒരു കുട്ടിയും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ആഴ്ചയിൽ ഇനിയും കിഡ്നാപ്പുകൾ നടന്നേക്കും. തട്ടിക്കൊണ്ടുപോയി ആവശ്യം നടത്തി കൊന്നുകളഞ്ഞ ശേഷം അടുത്തിരയെ തേടുന്ന ഒരു രീതിയല്ല അവൻ്റേത്. തൻ്റെ ആഗ്രഹങ്ങൾ നടത്താൻ ആവശ്യമായത് അവൻ കരുതി വയ്ക്കുന്നുണ്ട്. അവർ തിരികെ സ്റ്റേഷനിലെത്തി. അപ്പോഴേക്കും രേഖാചിത്രം പൂർണ്ണമായും റെഡിയായിരുന്നു. സർ, ഏകദേശം ഇതുപോലൊരാൾ തന്നെയാണ് അന്ന് ഓഫനേജിന്റെ മുന്നിൽ വന്നത്. ചിത്രം നോക്കി സുദർശന്റെ മിഴികൾ വിടരുമ്പോൾ പതിയെ അത് കയ്യിലേക്ക് വാങ്ങി സാം. അടുത്ത നടുക്കം അവിടെ ഉടലെടുത്തു. പമ്പിലെ ജീവനക്കാരൻ പറഞ്ഞതുപോലെ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള താടിക്കാരനായിരുന്നില്ല ആ ചിത്രത്തിൽ. മറിച്ച് 30 വയസ്സിനകം പ്രായം തോന്നിക്കുന്ന ക്ലീൻ ഷേവ് ചെയ്ത ഒരു യുവാവിൻ്റെ ചിത്രമായിരുന്നു അത്. സാറേ, ഇത് വീണ്ടും കുഴപ്പിക്കുകയാണല്ലോ. ആ പമ്പിലെ ചെക്കൻ പറഞ്ഞത് വെച്ച് വണ്ടി ഓടിച്ചത് 40 വയസ്സിന് മുകളിലുള്ള താടിക്കാരൻ. ഇപ്പോൾ ഡോക്ടർ കണ്ട ആള് 30 വയസ്സിനകത്ത് പ്രായമുള്ള ക്ലീൻ ഷേവുകാരൻ. അൻവർ അസ്വസ്ഥനാകുമ്പോൾ ഏറെ ചിന്താകുലനായി സാം. ആ സമയം സുദർശൻ പതിയെ മുന്നിലേക്ക് വന്നു. അൻവർ, ഒരുപക്ഷെ നമ്മൾ തേടുന്നത് ഒരു കൊലപാതകിയെ ആകില്ല, മറിച്ച് 2 അതിലധികമോ കൊലപാതകികളെ ആകാം. ആ വാക്കുകൾ കേട്ട് അൻവറിന്റെ മിഴികൾ തുറിച്ചു. സുദർശനും അന്താളിച്ചു നിൽക്കുമ്പോൾ സാമിന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. ആ സമയം മറ്റൊരു സ്ഥലത്ത് ഒരു ഇരുണ്ട മുറിയിൽ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു രമ്യ. അവളുടെ മുടിയിഴകൾ തലോടി ഒരു വഷളം ചിരിയുമായി അവൻ അരികിൽ തന്നെയിരുന്നു. ഇരയെ ഉന്നം വെച്ച കഴുകനെപ്പോൾ. സുദർശൻ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് വരച്ച രേഖാചിത്രത്തിലെ അതേ തമിഴൻ. അവന്റെ നോട്ടം അവളുടെ ശരീരത്തിലേക്കായിരുന്നു. വല്ലാത്തൊരാർത്തി അവന്റെ മിഴികളെ കീഴടക്കിയിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് ഓഫനേജ് കുട്ടികളുടെ ക്രിക്കറ്റ് മാച്ച് കാണുവാൻ സാമു അൻവറും പോയിരുന്നു. ആ യാത്ര രഹസ്യമായിരുന്നതിനാൽ തന്നെ യൂണിഫോം ഒഴിവാക്കി സിവിൽ ഡ്രസ്സിലായിരുന്നു 2 പേരും. മാച്ച് തുടങ്ങി അവസാനിക്കുന്നതുവരേക്കും അവർക്കൊപ്പം തന്നെ നിന്ന് കൊലയാളിയുടെ മുഖത്തിനായി ചുറ്റും തിരഞ്ഞു ഡോക്ടർ സുദർശനും. പക്ഷേ നിരാശയായിരുന്നു ഫലം. സർ, ഇനി നമ്മുടെ ഈ നീക്കങ്ങൾ ഏതെങ്കിലും വഴിയിലൂടെ അവൻ അറിയുന്നുണ്ടാകുമോ? സംശയത്തോടെ സുദർശൻ നോക്കുമ്പോൾ ഒരു മറുപടി പറയാനില്ലായിരുന്നു സാമിന്റെ പക്കൽ. ഡോക്ടർ, സിഗരറ്റ് ഉണ്ടേൽ ഒരെണ്ണം തന്നേ. ആ ചോദ്യം കേട്ടൊരു നിമിഷം മുഖാമുഖം നോക്കി അൻവറും സുദർശനും. അത് കണ്ട് ചിരിച്ചുപോയി സാം. ആ, നിങ്ങളിങ്ങനെ അന്തം വിട്ട് പരസ്പരം നോക്കണ്ട. ഇനിയിപ്പോൾ കൊലയാളിയെ പറ്റി തന്നെ ചിന്തിച്ചു നിന്നാൽ ഉള്ള മനസ്സമാധാനം കൂടി പോവും.
അവൻ എത്ര മുകളിൽ പോയാലും ഒടുക്കൻ ട്രോഫി വാങ്ങാൻ നമ്മുടെ അടുത്ത് തന്നെ വരും. ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഉള്ള സമയം ഓരോ പുകയും എടുത്ത് എന്തേലും നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് പിരിയാം നമുക്ക്. ബാക്കിയൊക്കെ നാളെ. ഇന്നിനി വയ്യ, ആകെ തളർന്നു. ഈ കേസിന്റെ കാര്യം തന്നെ ഓർത്തോർത്ത് മനസ്സിൽ വല്ലാണ്ട് വീർപ്പുമുട്ടൽ. അതേ അവസ്ഥയിലായിരുന്നു അൻവറും. സുദർശന്റെ പക്കൽ നിന്നും ഓരോ സിഗരറ്റ് വാങ്ങി കത്തിച്ച് ചുണ്ടോട് ചേർത്ത് ഓരോ പുകയും എടുത്തു രണ്ടാളും. ഒപ്പം സുദർശനും കത്തിച്ചു വരണം. എന്റെ ഡോക്ടറെ, നിങ്ങൾ തന്നെയാണല്ലോ ഇവരുടെ കോച്ചും മാനേജറുമെല്ലാം. നിങ്ങൾക്കിങ്ങനെ ഈ ഓഫനേജിന്റെ ഒക്കെ പിന്നാലെ നടക്കാൻ എവിടുന്നാ സമയം കിട്ടുന്നേ? മടുപ്പ് തോന്നില്ലേ എല്ലാം കൂടി? അൻവറിന്റെ ചോദ്യത്തിന് ഒരു പുഞ്ചിരിയാണ് ആദ്യം മറുപടിയായി നൽകിയത് സുദർശൻ. പതിയെ അയാളുടെ ചിരി കറുത്തു. എന്റെ സാറേ, നിങ്ങൾക്കൊക്കെ വീട്ടിലെത്തിയ സമയം ചെലവഴിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഒരു കുടുംബമില്ലേ? എനിക്ക് പക്ഷെ അതില്ല. എന്റെ കുടുംബം ദേ ഇവരൊക്കെ തന്നെയാ. ഇവരുടെ ചിരിയും കളിയൊക്കെയാ എന്റെ സന്തോഷം. അതുകൊണ്ട് തന്നെ ഒട്ടും മടുപ്പ് തോന്നാറില്ല. ആ മറുപടി സാമിന്റെയും അൻവറിന്റെയും മുഖത്തെ പുഞ്ചിരി ഒരുപോലെ മായ്ച്ചു. എന്നതാ ഡോക്ടർ പറഞ്ഞു വരുന്നേ? നിങ്ങളുടെ ഫാമിലിയൊക്കെ? സാമിന്റെ ചോദ്യം കേട്ട് അല്പസമയം വിദൂരതയിലേക്ക് നോക്കി നിന്നു സുദർശൻ. കുട്ടികളുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. വൈഫിന് മെന്റലി ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു സർ. അതൊക്കെ അറിഞ്ഞു തന്നെയാണ് ഞാൻ അവളെ കിട്ടിയത്. മാറുമെന്ന് കരുതി കുറെ ചികിത്സിച്ചു. പക്ഷെ ഫലം ഉണ്ടായില്ല. ഇടയ്ക്കൊക്കെ വല്ലാണ്ട് വയലന്റ് ആകും. ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയം സെർവന്റിന്റെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് ഓടി അവൾ കിണറ്റിലെടുത്ത് ചാടി. തല ചെന്നിടിച്ചത് താഴെ പാറയില്ല. ബാക്കി പറഞ്ഞില്ല അയാൾ. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് കയ്യിലിരുന്ന സിഗരറ്റ് ചുണ്ടോട് ചേർത്ത് ഒരു പുകയെടുത്തു. അതെല്ലാം കേട്ട് നടുക്കത്തോടെ നിന്നുപോയി സാമും അൻവറും. അത് കണ്ടിട്ട് പതിയെ പുഞ്ചിരിച്ചു സുദർശൻ. ഇതൊക്കെ കേട്ട് നിങ്ങൾ ചുമ്മാ വിഷമിക്കണ്ട. ഞാനിതൊന്നും ഇപ്പോൾ ഓർക്കാറില്ല. പറ്റുന്ന സമയം ദേ ഈ കുട്ടികൾക്കൊപ്പം ചെലവഴിക്കുന്നു. വേറെ അടുത്ത ബന്ധുക്കളൊന്നുമില്ല. സോ ഇവരാണ് എനിക്കെല്ലാം. വളരെ സിമ്പിളായി അയാൾ പുഞ്ചിരിക്കുമ്പോൾ മറുപടി ഒന്നും തന്നെ പറയുവാൻ കഴിഞ്ഞില്ല സാമിന്. പതിയെ നിശബ്ദനായി നിലത്തേക്ക് നോക്കി നിന്നു അവൻ. അൻവറിന്റെ മിഴികളിൽ എവിടെയോ നനവ് പടർന്നിരുന്നു. സോറി ഡോക്ടർ, ഞങ്ങൾക്കറിയില്ലായിരുന്നു. സാമിന്റെ ക്ഷമാപണത്തെയും പുഞ്ചിരിയോടെ തന്നെയാണ് സുദർശൻ നേരിട്ടത്. സർ, ഇക്കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കിപ്പോൾ വിഷമം തോന്നാറില്ല. ഞാൻ ഈ ലൈഫിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. മെഡിക്കൽ കോളേജിലെ ഈ ജോലി ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. കാരണം അവിടെ തിരക്കുകളുടെ കൂമ്പാരമല്ലേ. സോ ജോലിയിലും അങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ വേറൊന്നും ഓർമ്മിക്കാൻ ടൈം കിട്ടില്ല. പക്ഷേ സർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഇത്രയും നാളില്ലാത്ത ഒരു ഭയം ഇപ്പോൾ എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഈ കുട്ടികളിൽ ആർക്കും ഒരാപത്തും വരാതെ കാത്തോളണം. ആ വാക്കുകൾ കേട്ട് പതിയെ അയാളുടെ കരങ്ങൾ കവർന്നു സാം. ഒന്നും പറ്റില്ല ഡോക്ടർ, ഞങ്ങളുണ്ടൊപ്പം. അങ്ങനെയൊന്നും ആർക്കും ഇവിടെ അധികം നാൾ വിലസാൻ പറ്റില്ല. തൂക്കിയിരിക്കും ഞങ്ങൾ. അൻവറും പുഞ്ചിരിയോടെ അയാൾക്ക് ആത്മവിശ്വാസം നൽകി. കേസിൽ പിന്നെന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ സർ? കൊലയാളിയെപ്പറ്റി എന്തെങ്കിലും സൂചനയെങ്കിലും? സുദർശൻ പ്രതീക്ഷയോടെ തന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിശബ്ദനായി സാം. ഒന്നുമില്ല ഡോക്ടർ. ഇപ്പോ ഇരുട്ടിൽ തന്നെ തപ്പുക ഞങ്ങൾ. ഒരു തെളിവ് പോലും ബാക്കി വെച്ചിട്ടില്ല. അതാണ് ഏറെ അതിശയം. പിന്നെ ഇപ്പോൾ ആകെയുള്ള പിടിവള്ളി ഡോക്ടർ പറഞ്ഞ പ്രകാരം വരച്ച ആ സ്കെച്ചാണ്. അതെല്ലാ സ്റ്റേഷനിൽ അയച്ചിട്ടുണ്ട്. എവിടെ നിന്നേലും ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ഒക്കെയും സോൾവ് ആകും. ഞാനെന്നാ പോട്ടെ സർ. കുട്ടികൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. യാത്ര പറഞ്ഞ് സുദർശൻ പോകുമ്പോൾ അയാളെ തന്നെ നോക്കി നിന്നു സാം. ബസ് കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോഴാണ് ആ നോട്ടം അവൻ പിൻവലിച്ചത്. പുള്ളിയുടെ കഥ കേട്ട് വല്ലാത്ത വിഷമായി അല്ലേ സർ? അൻവറിന്റെ ചോദ്യത്തിന് പുഞ്ചിരി മാത്രം മറുപടി നൽകി പതിയെ കുറച്ചു മുന്നിലേക്ക് നടന്നു സാം. സാറെന്തേലും ചിന്തയിലാണോ? അത് കണ്ട് പതിയെ അരികിലേക്ക് ചെന്നു അൻവർ. ഏയ് ഇല്ലടോ. ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ട് ഓരോന്ന് ഓർത്തു നിന്ന് പോയതാ. കഷ്ടാണ് ഇങ്ങനെയൊരു ഒറ്റപ്പെടൽ. ഇവരുടെയൊക്കെ ജീവിതം കാണുമ്പോഴാണ് ഫാമിലിയുടെ വില നമ്മൾ അറിയുന്നത്. പതിയെ ജീപ്പിന് നേരെ തിരിഞ്ഞു അവൻ. പോകാം അൻവർ. ഇന്നേലും ഇച്ചിരി നേരത്തെ വീട്ടിൽ കയറണം. എന്നും ചെല്ലുമ്പോൾ മോൾ ഉറക്കായി കാണും. ഇന്നേലും അവൾക്കൊപ്പം ഇച്ചിരി നേരം ഇരിക്കണം. ഓക്കെ, പോയേക്കാം സാർ. വൈഫോത്ത് ഇന്നൊരു ഡിന്നറിന് പോകാമെന്നാ എൻ്റെയും പ്ലാൻ. പുഞ്ചിരിയോടെ അൻവറും ജീപ്പിലേക്ക് കയറി. നിമിഷങ്ങൾക്കകം ആ വണ്ടിയും അവിടെ നിന്ന് മാഞ്ഞു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ സാമിന്റെ ഓഫീസിലേക്ക് എത്തിയ അൻവർ. പതിവിലും നേരത്തെ സാമും എത്തിയിരുന്നു. ഇന്ന് സാറ് നേരത്തെയാണല്ലോ. എന്താ സാർ ഇന്നത്തെ പ്ലാൻ? ഓഫീസിലേക്ക് കയറിയ പാടെ പുഞ്ചിരിയോടെ സാമിന് അരികിലെത്തിയ അൻവർ. താൻ ഇരിക്കടോ, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. നമുക്കതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി നോക്കാം. എന്താ സാർ, എനിത്തിങ് സീരിയസ്? ചെയറിലേക്ക് ഇരിക്കുമ്പോൾ അൻവറിന്റെ മുഖവും കുറുകി. പതിയെ എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് ചെന്ന് ടേബിളിൽ ഒരു കാൽ കയറ്റി മുന്നിലായിരുന്നു സാം. അൻവർ, 3 കുട്ടികളെ മിസ്സായിട്ടുള്ളത് ആളൊഴിഞ്ഞ ഭാഗങ്ങളിൽ വെച്ചാണ്. പക്ഷേ അപരിചിതനായ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ
തങ്ങളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അപകടപ്പെടുത്താനെത്തിയാൽ സ്വാഭാവികമായും ഈ കുട്ടികൾ പ്രതികരിക്കില്ലേ? അങ്ങനെ പ്രതികരിച്ചിരുന്നേൽ 3 പേരിൽ ഒരാളെങ്കിലും പിടിവിട്ട് ഓടേണ്ടതല്ലേ? മാത്രമല്ല, എത്ര വിജനമായ പ്രദേശമായാലും നാട്ടിൻപുറമല്ലേ, ഉറക്കൊന്ന് ഒച്ച വെച്ചാൽ ആരെങ്കിലുമൊക്കെ അറിയാതിരിക്കില്ല. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. 3 പേരെയും വളരെ നിസ്സാരമായി കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നെ ക്ലോറോഫോമോ മറ്റോ ഉപയോഗിച്ച് ബോധം കെടുത്തി വണ്ടിയിലിട്ടുകൊണ്ട് പോയതാണെങ്കിലോ സർ? അൻവറിന്റെ ചോദ്യം കേട്ട് പതിയെ എഴുന്നേറ്റു സാം. അൻവർ, റോഡ് വഴി നടന്നു പോകുന്ന കുട്ടികൾ അവരുടെ അരികിൽ അപരിചിതർ അല്ലെങ്കിൽ അപരിചിതൻ ഒരു വണ്ടിയിൽ വന്ന് നിൽക്കുന്നു. അവർ അപകടപ്പെടുത്താൻ ചാടിയിറങ്ങുന്നു. ഇത്രയും കണ്ടാൽ എന്തായാലും കുട്ടികൾ ഭയക്കും, രക്ഷപ്പെടാനും നോക്കും, ഉച്ചത്തിൽ വിളിച്ചു കൂവും. നാട്ടുവഴികളാണ്, എവിടേക്ക് വേണമെങ്കിലും അവർക്ക് ഓടിമാറാം. പിന്നെ ഒന്നിലധികം പേരുണ്ടാകാമെന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. സോ അതിലൊരു കുട്ടിയെങ്കിലും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. പക്ഷേ ഇവിടെ കുട്ടി വീട്ടിലെത്താത്തതിൽ പരാതിയുമായി രക്ഷാകർത്താക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതുവരെ കിഡ്നാപ്പിംഗ് നടന്നിട്ടുള്ളതായി ആരും അറിഞ്ഞിട്ടില്ല. വിച്ച് മീൻസ് കുട്ടികളുടെ മുന്നിലേക്ക് എത്തിയ അവൻ ആ കുട്ടികൾക്ക് പരിചയമുള്ള ആൾക്കാരാണ്, അതുറപ്പ്. സാം പറഞ്ഞു നിർത്തുമ്പോൾ ആ വസ്തുതകൾ മനസ്സിൽ ഒരിക്കൽ കൂടി വിശകലനം ചെയ്തു അൻവർ. ശരിയാണ് സർ, സാറ് പറയുന്നത് വെച്ച് നോക്കിയാൽ ഉറപ്പായും അവർക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയായിരിക്കാം. സംസാരിച്ചു നിന്നതിനിടയിൽ അവരെ ബോധം കെടുത്തി വണ്ടിയിൽ കയറ്റിയതാകാം, അല്ലെങ്കിൽ കുട്ടികൾ സ്വമേധയാ വണ്ടിയിലേക്ക് കയറിയതുമാകാം. അതെ അൻവർ, അങ്ങനെയാകാം സംഭവിച്ചിട്ടുള്ളത്. തൽക്കാലം മറ്റെല്ലാം നമുക്ക് വിടാം. ആ കുട്ടികളുമായി പരിചയമുള്ളവരെ കേന്ദ്രീകരിച്ചാകാം ഇനി അന്വേഷണം. അതും നമ്മുടെ ഫോഴ്സിലുള്ള ആരെങ്കിലും അവരുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതും ചെക്ക് ചെയ്യണം. സാമിന്റെ സംസാരത്തിൽ നിന്നും അവന്റെ ഉള്ളിലെ സംശയങ്ങൾ എന്താകുമെന്ന് മനസ്സിലാക്കിയ അൻവർ പെട്ടെന്നാണ് ആ കാര്യം അവന്റെ ഓർമ്മയിലേക്ക് എത്തിയത്. സർ, ഈ അടുത്തിടെ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു പ്രോഗ്രാമിന് സാദിഖ് സാർ പോയിരുന്നു. ഈ ലഹരി ഉപയോഗങ്ങളെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്. കമ്മീഷണർ സാറിന് വന്ന ക്ഷണമായിരുന്നു. തിരക്കായതിനാൽ പകരക്കാരനായി സാദിഖ് സാറിനെ വിട്ടത്. ഞാൻ ഇപ്പോഴാണ് ആ കാര്യം ഓർത്തത്. ആ വസ്തുതകൾ കേട്ട് സാമ്പിളും പല ചിന്തകൾ ഉടലെടുത്തു. അൻവറെ, ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഈ സാദിഖ് വന്ന് കയറുന്നുണ്ടല്ലോ നമ്മുടെ അന്വേഷണത്തിൽ. ഇതത്ര പന്തിയല്ല എന്ന് തോന്നുന്നു എനിക്ക്. അവനെ ഒന്ന് സ്കെച്ച് ഇടേണ്ടി വന്നേക്കും. സാമിന്റെ സംശയങ്ങൾ അൻവറിലേക്കും പകർന്നു കിട്ടി. എന്നാലും സാദിഖ് സാർ ഇതിലൊക്കെ ഇൻവോൾവ് ആകുമോ സർ? ആ സംശയം അവന്റെ ഉള്ളിൽ നിന്നും ഉടലെടുത്തപ്പോൾ മറുപടിയായി ഒന്ന് നോക്കിയ ശേഷം പതിയെ തന്റെ തൊപ്പിയും എടുത്ത് തിരിഞ്ഞു സാം. അൻവർ, താനൊന്ന് വാ, നമുക്കൊരു ഡ്രൈവ് പോകാം. എനിക്കല്പം സംസാരിക്കാനുണ്ട് തന്നോട്. അതിവിടെ വെച്ച് വേണ്ട. സാം പുറത്തേക്ക് നടക്കുമ്പോൾ കാര്യം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ പിന്നാലെ ചെന്നു അൻവർ. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ അടുത്ത ഭാഗം അടുത്ത ദിവസം വരുന്നതായിരിക്കും. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. നന്ദി.